Hello guys, my name is Suraj and welcome to my YouTube channel. For first things first, like I'm going to start this video in Malayalam language. പക്ഷേ എനിക്ക് നന്നായിട്ട് മലയാളം പറയാനൊന്നും അറിയത്തില്ല. But I will try my best, okay? And I expect your support and also you can give me suggestions on how I can improve. Okay, so first things first we are നമ്മൾ ഒരു റിയാക്ട് ജെ എസ് പേരുള്ള ഒരു ഫ്രെയിംവർക്കിനെ കുറിച്ചായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ സോ റിയാക്ട് ജെ എസ് ഇസ് ബേസിക്കലി ഒരു ജാവാ സ്ക്രിപ്റ്റ് ബേസ്ഡ് ലൈബ്രറി ആണ്, and it can be used to create a MVI architectural websites, MVC architectural websites, and also web applications and all these things. And we can normal React.js programming, we can finish these things in 4 steps നമുക്ക് തീർക്കാൻ പറ്റും. ഓക്കെ, സോ 4 സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തോ ആയിരിക്കും? ഫസ്റ്റ് സ്റ്റെപ്പിൽ ആണെങ്കിൽ വി ഹാവ് ടു നോ ഈ റിയാക്ട് എന്തോ ആണ്, വൈ വി ആർ യൂസിങ് റിയാക്ട്, പിന്നെ ഈ റൺ ടൈം എൻവയോൺമെന്റ്സ് വാട്ട് ഈസ് ദാറ്റ്, പിന്നെ ഈ Node.js എന്തുവാ, NPM എന്തുവാ, പിന്നെ NVM എന്തുവാണ്, പിന്നെ അതിൻ്റെ യൂസ് എന്തുവാണ്. അതായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, പിന്നെ സെക്കൻഡ് സ്റ്റെപ്പിൽ വിൽ ലേൺ ഹൗ ടു സെറ്റപ്പ് റിയാക്ട് പ്രോജക്റ്റ്. ഓക്കെ, പിന്നെ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യുന്ന ടൈമിൽ യു വിൽ ഹാവ് ലോട്ട്സ് ഓഫ് ഡൗട്ട്സ്. പിന്നെ അത് ആ ഡൗട്ട് നമ്മളെല്ലാം ക്ലിയർ ചെയ്യും. പിന്നെ ഈ package.jsനും package.log.jsനും ഫയൽ എന്തുവാണ്, പിന്നെ അതിൻ്റെ യൂസ് എന്തുവാണ്, അത് നമ്മൾ പഠിക്കാം. പിന്നെ NPM ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ NPM ഉണ്ടായിരുന്നുള്ളൂ. സോ ആ NPM നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസ് നമ്മൾ ചെയ്യും. അത് സെർവർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ പ്രോജക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും അതിൻ്റെ യൂസ്. അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, പിന്നെ തേർഡ് സ്റ്റെപ്പിൽ we will use the create ചെയ്ത പ്രോജക്റ്റ് വെച്ചിട്ട് we will try to create a simple to-do application. പിന്നെ ആ ടൈമിൽ തന്നെ റിയാക്ട് ഡോം എന്തുവാണ്, റിയാക്ട് റെൻഡറിങ് പ്രോസസ്സസ് എന്തുവാണ്, പിന്നെ ഹുക്സ്, വാട്ട് ഈസ് ഹുക്സ്, പിന്നെ യൂസ് സ്റ്റേറ്റ് ഒരു ഹുക്കാണ്. സോ അതിൻ്റെ യൂസ് എന്തുവാണ്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെ ചെയ്യും, പിന്നെ യൂസ് എഫക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. ഓക്കെ, പിന്നെ ഫൈനലി ദിസ് ഇസ് ദ ഫോർത്ത് സ്റ്റെപ്പ്. ആൻഡ് ഈ സ്റ്റെപ്പിലാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രോജക്റ്റ് ബെറ്റർ ആക്കാൻ നോക്കും. ഓക്കെ, പിന്നെ യൂസ് HRF ഹൂക്കിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ അവിടെ ചെയ്യും. ഓക്കെ, so let us go to the first thing. So what is React? So React is a JavaScript library that was developed by Facebook. So Facebook, as you know, all of us are using Facebook, right? So Facebook ആണ് അതിൻ്റെ ഇത് സപ്പോർട്ടും പിന്നെ കമ്മ്യൂണിറ്റി എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്കും പിന്നെ ഇൻഡിവിജ്വൽസ് കമ്മ്യൂണിറ്റി സപ്പോർട്ടുണ്ട്. അത് മീൻസ് ദിസ് ഇസ് എ വെരി ബിഗ് എക്കോസിസ്റ്റം. ഓക്കെ, പിന്നെ വൈ റിയാക്ട്? സോ ഈവൻ ബിഫോർ ഇപ്പോൾ നമ്മുടെ ലേണേഴ്സിൻ്റെ ഓഡിയൻസിൽ തന്നെ there will be people who had used jQuery, or you may have used some other kinds of JavaScript library, that is core or vanilla JavaScript. You could have used it, right? പക്ഷേ ഇപ്പോൾ റിയാക്ട് എന്തിനു യൂസ് ചെയ്യും? സോ റിയാക്ട് വാട്ട് ഇറ്റ് ഡസ് ഇസ് it creates a new process, or it creates a new way of implementing the same feature. So you can build a better UI and you can build a better application without the use of jQuery, okay, or without the use of your normal vanilla JavaScript. Vanilla JavaScript എന്ന് പറയുമ്പോൾ ലൈക്ക് നോർമൽ JavaScript ഇപ്പോൾ നമ്മൾ document.getElement_id അതുപോലെ യൂസ് ചെയ്യുള്ളൂ. മീൻസ് ഒരു ഡിവിൻ്റെ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഡിവിൻ്റെ ഒരു reference എടുക്കാൻ വേണ്ടി will use some kind of JavaScript, right? So those are our vanilla JavaScript. And പിന്നെ നമ്മൾ ഇതിൻ്റെ റിയാക്ടിൻ്റെ ഉള്ളിൽ we can use vanilla JavaScript. It is very open, but like there is much more advanced way of doing it or better way of doing it. Okay, പിന്നെ what is React runtime environment? So first things first, React ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, അതൊരു ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. സോ ഫോർ എവറി ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് അതിൻ്റെ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാവും. എൻവയോൺമെൻറ്റ് മീൻസ് ലൈക്ക് വെർച്വൽ ബോക്സ്, ഒരു ബോക്സിൻ്റെ ഉള്ളിലായിരിക്കും. മീൻസ് ഇങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി കേട്ടോ. റിയാക്ട് ഒരു ഇസ് എ പ്രോഗ്രാം, അത് റൺ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഫാക്ടറി ഉണ്ടായിരിക്കണം, ലൈക്ക് സംതിങ് ലൈക്ക് ദാറ്റ്. സോ അത് നമ്മുടെ Node.js ആണ്. Node.js ഓർ ഇറ്റ് ക്യാൻ ബി എ V8 എഞ്ചിൻ. V8 എഞ്ചിൻ എന്തുവാ? സോ നമ്മുടെ ബ്രൗസറിലും JavaScript റൺ ചെയ്യുമല്ലോ. സോ അതിന് വേണ്ടി ഒരു സംതിങ്, അതൊരു കമ്പൈലിംഗ് അല്ലെങ്കിൽ ഇൻ്റർപ്രേറ്റിംഗ് മെക്കാനിസം ഉണ്ടായിരിക്കണമല്ലോ. അതൊരു V8 എഞ്ചിനാണ് ഗൂഗിൾ ക്രോമിൻ്റെ കേസിൽ. പിന്നെ ബാക്കി ബ്രൗസറിൻ്റെ കേസിൽ ഡിഫറെൻ്റ് ആയിരിക്കും.
So that is the basic understanding of runtime environments. Okay, so runtime environments will help us in running our JavaScript application or React application, right? What is Node.js? So this is one of the runtime environments of React, or it can be one of the runtime environments of JavaScript, right? npm എന്തുവാ? npm ന്റെ ഫുൾ ഫോം നോഡ് പാക്കേജ് മാനേജർ ആണ്. സോ നോഡ് പാക്കേജ്, നോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നോഡ് തന്നെ, ഓക്കെ, ദിസ് നോഡ് ഓൺലി. പാക്കേജ് എന്ന് പറയുമ്പോൾ പാക്കേജ് മീൻസ് ഇറ്റ് ക്യാൻ ബി എ ലൈബ്രറി, ഇറ്റ് ക്യാൻ ബി സം കൈൻഡ് ഓഫ് ഹെൽപ്പർ ടൂൾസ് ഓർ ഹെൽപ്പർ യൂട്ടിലിറ്റീസ് ആയിരിക്കും അത്. വാട്ട് ആർ ദോസ് തിങ്സ് we will learn in later steps, but now this is just a basic understanding. അത് npm എന്ന് പറയുന്നത് നോഡ് പാക്കേജ് മാനേജർ ആണ്. യൂസിങ് ദിസ് വി ക്യാൻ ഇൻസ്റ്റാൾ അതർ ഡിപ്പെൻഡൻസീസ്. നമുക്ക് ഇപ്പോൾ ബൂട്ട് സ്ട്രാപ്പ് വേണം നമ്മുടെ ആപ്ലിക്കേഷനിൽ. സോ വാട്ട് വി വിൽ ഡു, നമ്മൾ npm യൂസ് ചെയ്തിട്ട് ആ ബൂട്ട് സ്ട്രാപ്പ് പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും നമ്മുടെ പ്രോജക്റ്റിൽ, അത്രയേ ഉള്ളൂ. പിന്നെ nvm, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഓക്കെ, so I am creating a project using Node.js version 6. So either Node.js, they have different versions, right? If I go to if I search for Node.js stable in Google Chrome and Node.js stable search, so you will find some over here you will find a website, right? If I open their website, you will find like there are different versions of Node.js released every year. പിന്നെ നമുക്കാണെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യും, ഒരു വേർഷൻ റെക്കമെൻഡ് ചെയ്യും, ഓക്കെ. So you can go there, you can check for all the different versions, right? So what happens is, imagine today I'm using Node.js version 6, okay, and then I'm creating my project Node.js version 6 you say that create ചെയ്തു. പക്ഷേ ഒരു 2-3 years ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അപ്ഗ്രേഡ് ആയി പോകുമ്പോൾ അല്ലേ, അത് Node.js version 8 ആവും, പിന്നെ 16 ആവും, പിന്നെ 20 ആവും, അങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇപ്പോൾ ഇഷ്യൂ എന്താണ് പറയുമ്പോൾ, ഇഫ് ന്യൂ Node.js version comes, പിന്നെ ഇപ്പോൾ you want to use that version of Node.js or you want to experiment on it, then what will happen, existing Node.js version uninstall ചെയ്തിട്ട് മാത്രമാണല്ലോ പുതിയ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകേണ്ടത്. സോ it will be very it will be a very confusing situation, okay. സോ നമ്മൾ എന്ത് ചെയ്യും, അത് ചെയ്യാത്ത വിൽ യൂസ് npm, okay. npm is node version manager. So what is npm? npm stands for node version manager. Using this npm tool we can install, or we can use multiple different versions of Node.js or npm without even doing any extra steps, okay. And why use it? So already I told you, like, it is very easy setup process. നമുക്ക് ഒറ്റൊരു പ്രാവശ്യം npm എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ if you know it, if you അത് അറിയുന്നുണ്ടെങ്കിൽ, I don't know Malayalam വാക്കുകളൊക്കെ, so please excuse me. If you know that, then you can use any versions of Node.js or npm just by using nvm, okay. nvm. So how we'll start using nvm? So there are, if you are on a Unix or maybe a Mac machine, then you can just search for nvm on Google Chrome. So if I search for nvm, you will find out like GitHub inde oru page varum, okay, github.com inde oru page varum. You can just go there, adu avade poyittu like there is a installation guide for like Linux ന് വേണ്ടിയുണ്ട്, പിന്നെ Mac OS ന് വേണ്ടിയുണ്ട്. ചുമ്മാ ഇത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഇത് ഒരു ബാഷ് ഒരു സിൻടാക്സ് ആണ്, നമുക്ക് കോപ്പി ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതാ ടെർമിനൽ ആണ്, ഇപ്പോൾ എൻ്റെ കയ്യിൽ git bash share ഉണ്ട്. So you can use just command prompt or any other terminal, but I'm using git bash here, so I'll show you. Like avade poyittu just paste it, okay. So I'm going to paste it. Give me a second. So I'm copying it from here and I'm pasting it. I'm pasting it. Install ചെയ്യുക, പിന്നെ enter അടിക്കുമ്പോൾ then the next step will be like to run this part, okay. So the thing is, this is optional. You can use either this curl or you can use wget, okay. So after that you have to export it and put it in your like profile or bash rc file. അത് ഇത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി റൺ ആയിക്കോളും, ഓക്കെ. പിന്നെ ഇപ്പോൾ വിൻഡോസ് മെഷീനിലുള്ള ആൾക്കാർക്കാണെങ്കിൽ nvm വിൻഡോസ് സെർച്ച് ചെയ്യണം. Don't search for nvm, just search for nvm windows, okay. And after you search for that, the first one, the Cory Butler ന്റെ ഒരു പാക്കേജ് ഉണ്ട്, ലൈക്ക് nvm windows എന്ന് പറഞ്ഞിട്ട് അവിടെ പോവാം. പിന്നെ പോയിട്ട് പിന്നെ there is a download now button, right? Just click on the download now button and then it will take you to the releases section. In releases section വന്നു കഴിഞ്ഞ ശേഷം then you will have different setup file. So I
recommend you to just download the nvm setup.exe file. If you want, you can download zip file also. It is all up to you. Okay, അത് കഴിഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ദെൻ അത്രയേ ഉള്ളൂ. പിന്നെ വേറെ ഇപ്പോൾ നമുക്കാണെങ്കിൽ npm ഇൻസ്റ്റാൾ ആയോ ഇല്ല ചെക്ക് ചെയ്യണ്ടേ. അതെങ്ങനെ ചെക്ക് ചെയ്യും? ജസ്റ്റ് ഓപ്പൺ യുവർ terminal. So okay, so I'll show you how to open terminal. Okay, so terminal, ഇത് terminal എന്ന് പറയുമ്പോൾ like this is a terminal. Okay, so it is like it is just a black screen or a black box, and inside that you can type some command. Like if I type ls, then it will show me the list of files and all those things. Okay, so ഇതെങ്ങനെ ചെയ്യും? Like go to your start menu, then type like PowerShell. Okay, so you will have Windows PowerShell over here, right? So അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് then you will see this screen. അത് കഴിഞ്ഞ ശേഷം type nvm. Okay, then you will see running version എത്രയാണ് അത് version കാണിക്കുക. That means nvm is installed properly, right? nvm install ചെയ്ത ശേഷം പിന്നെ what you have to do is, പിന്നെ ഇവിടെ നമുക്ക് documentation ഉണ്ട്. Documentation they will tell you what all command to use. The first command you will be using is nvm list. So nvm list means it will show you all the installed Node.js version. Okay, so I have like 3 or 4 Node.js version installed. So 16.13.2 ഉണ്ട്, അതുപോലെ 15. അത് കുറേ ഉണ്ട്. So you can basically select one of the version. ഇപ്പോൾ ഒരു version ഇല്ലെങ്കിൽ what you can do is, നമുക്ക് ഇത് പുതിയൊരു version install ചെയ്യാൻ വേണ്ടി ഒരു ഇതുണ്ട്. മറ്റേ we have like what is this, like a command for this, right? I can type nvm use and then it will install or reinstall our versions for it. Okay, other കഴിഞ്ഞിട്ട് after you use that command, so I say like nvm use and then 16.13.2, and then it will tell me to allow this or not. I'll tell allow, and then after that if I do now it is telling me node in the version 16.13.2 ആണ്. അത് ശരിയാണോ ഇല്ല അത് ചെക്ക് ചെയ്യണ്ടേ. So first you will write node. Okay, if I type node, it will show me Node.js version 16.2, right? So it is working perfectly fine. What? Okay, so this is fine. Now what I can do is, after this thing, so now we have finished the first step. Our first step is what is React. This is all over. Now we'll go to second step. Okay, in second step we have to learn React project setup. Yeah, okay, so that's the first thing. So to do that, what you do is you open you create a folder. Okay, ഒരു folder create ചെയ്യുക. അവിടെ നമ്മളാണെങ്കിൽ ഇപ്പോൾ React.js ന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് അവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ പിന്നെ സോ ഐ ഹാവ് ഇൻസ്റ്റോൾഡ് ഗിറ്റ് ബാഷ് ഷെയർ. ഓക്കെ, സോ ഗിറ്റ് ബാഷ് ഷെയറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ റൈറ്റ് ക്ലിക്ക്, ആ ഫോൾഡറിൽ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗിറ്റ് ബാഷ് ഷെയർ ഓപ്പൺ ചെയ്യണമെന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ you can just like click on shift click ചെയ്തിട്ട് ആ ഫോൾഡർ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഓപ്പൺ ഇൻ ടെർമിനൽ അല്ലെങ്കിൽ ഓപ്പൺ പവർ ഷെൽ കാണിക്കും. So if you have any of these two things also it will work. If you have git basher also it will work. Okay, so it is all up to you. Okay, so അത് നമ്മുടെ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതാണ് എൻ്റെ ഡയറക്ടറിൻ്റെ പാത്ത്. അത് ശരി കറക്റ്റ് ആണോ ഇല്ല നോക്കണം. ഗിറ്റ് ഷിപ്പ് സോഴ്സ് ചാനലാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അതെല്ലാം റിയാക്ട് ഓക്കെ കറക്റ്റാണ്. സോ ഇപ്പോൾ നമ്മൾ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് a new project, right? So how will I create a new project? So we have like multiple ways to create it. First way എന്ന് പറയുമ്പോൾ you can use npx command. Okay, that is node package executable. I think it's node package executable. So npx use ചെയ്യുക. പിന്നെ ഞാൻ പറയുക create react app. So it's create react app. This is one ഇത് തന്നെ ഒരു എന്താ ഒരു പാക്കേജ് ആണ്. it is a CLI. Okay, so it's an executable CLI. So after I type this, ഇത് കഴിഞ്ഞ ശേഷം ഐ ക്യാൻ ജസ്റ്റ് ടൈപ്പ് എൻ്റെ പ്രോജക്റ്റിൻ്റെ പേര് എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ടു ഡു പിന്നെ ആപ്പ് ടൈപ്പ് ചെയ്യുന്നു. പിന്നെ ഹിറ്റ് എൻ്റർ ചെയ്യുമ്പോൾ ലൈക്ക് ഇറ്റ് വുഡ് ടേക്ക് സം ടൈം. ഓക്കെ, സോ ജസ്റ്റ് റിമെമ്പർ ദിസ് npx create react app to do app ചെയ്യുമ്പോൾ സോ npx ഇപ്പോൾ if you have installed the npm I'm very sorry. So എനിക്ക് ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. സോ npx create react app ഇപ്പോൾ വർക്ക് ആവുന്നില്ല. The reason is because I'm using create react app version 4.0.3, right? And so they are telling me a new version 5.0.1 has been released.
So I can solve this issue. Okay, what I so the thing is, even though I'm a programmer, iniki ella technical issues ariyonunilla. So sometimes I may face this kind of issues and I don't know. So like iniki naanonnilla idu parayan. So what I do is I go to Google and search for that particular issue. Okay, ipo iniki njan ipo Stack Overflow inde I'm biggest user. Okay, Stack Overflow inde എനിക്ക് എനിക്ക് നാണമില്ല കേട്ടോ. പിന്നെ അവിടെ എഴുതിയേക്കുവാണ്. So they are telling me like I can just npm install z. So I remember that last time I have used this command to install the recreate React app. Okay, so if you face this issue, ഇപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും okay, if you are facing this issue, then just like can first thing is try to install a create React app. ഇതൊരു CLI ആണ്. ഇപ്പോൾ എൻ്റെ version already low ആണ്, so I have to upgrade it. So I will install it. Okay, so let us do it together. So what I will do first, I do npm install and -g for global installation. Okay, if I don't do -g, if I just type info npm install create React app, if I do this, then what will happen is I create React app a package in npm is node package manager, so it will install this package in my current project directory. Okay, so I don't want that. I want it to install globally so that I can access it from any project directory I want. Okay, so first I will do that, and then after I'll wait for some time. This is time consuming process, and the npm is slow and then net in the speed ആയിരിക്കും ഇഷ്യൂ. ഇപ്പോൾ രണ്ട് കണക്ടിവിറ്റി മാത്രമേ ഉള്ളൂ, പക്ഷേ ഓക്കെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞാനിപ്പോൾ യൂസ് ചെയ്യും npx create react app. ഇത് കണ്ടും ഇഷ്യൂ ഉണ്ടെങ്കിൽ then I will also again do the Stack Overflow search and then okay, so second thing. Okay, ഇപ്പോൾ I cannot use this kind of naming convention. Okay, so this is known as camel case naming convention. അത് നമ്മുടെ create react app ന്റെ ഒരു ഇതുണ്ട്, ഒരു project naming conventions ഉണ്ട്, അത് restrictions ഉണ്ട് അവിടെ. Instead what I can do is camel case മാറ്റിയിട്ട് അവിടെ ഞാൻ ഒരു hyphenated ആക്കും. Okay, so then you can work these things. Okay, so basically lot of new things we are learning together, right? Okay, so this is working fine. So it's okay to fail, right? It's നമുക്ക് എല്ലാ ടൈമിലും ഇത് ഉണ്ടാവണമെന്നില്ല. It's not because I'm എനിക്ക് ഇത് എന്ന് പറയാ leave it man, I'm not talking anything. Okay, so it will take time. Okay, it will take time, so wait for some time. Take time. Okay, so after neram what I will tell you is so this is so what we will be finally creating is something, a web page that resembles something like this. Okay, so അവിടെ ഒരു ഇൻപുട്ട് ഫീൽഡ് ഉണ്ടായിരിക്കും ആറ്റ് ടു ഡു പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഇതൊരു പ്ലേസ് ഹോൾഡർ ആണ്. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഐ ഷുഡ് ബി ഏബിൾ ടു ടൈപ്പ് സംതിങ് ലൈക്ക് ഒരു ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ലൈക്ക് നാളത്തേക്ക് ചെയ്യാൻ മറ്റന്നാളത്തേക്ക് ചെയ്യാൻ വേണ്ടി ഒരു ടാസ്ക് അത് ഞാൻ ക്രിയേറ്റ് ചെയ്യും, അത് ടൈപ്പ് ചെയ്ത് പ്ലസ് ബട്ടൺ ആഡ് ചെയ്യുമ്പോൾ അത് താഴെ പോയിട്ട് ടു ഡു 1 ടു ഡു 2 ടു ഡു 3 പോലെ അങ്ങനെ ആഡ് ആവണം. പിന്നെ ഇതിന് സൈഡിലോട്ട് മൈനസ് ഐക്കൺ ഉണ്ട്. മൈനസ് എന്ന് പറയുമ്പോൾ ഡിലീറ്റ് ആണ്. സോ ഇത് മൈനസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ദിസ് ഷുഡ് ബി ഡിലീറ്റഡ്, റൈറ്റ്? സോ ദാറ്റ്സ് ഇറ്റ്. വി ആർ ഗോയിങ് ഫോർ ദാറ്റ് ഓൺലി. സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ ദിസ് വിൽ ടേക്ക് ടൈം. ഗോഡ്. ഓക്കെ, സോ we'll wait for some time, and if it is possible I'll skip this thing. Okay, so അത് കഴിഞ്ഞിട്ടുണ്ട്, അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ്. So it took some time. It took around like 5 minutes I think. Yeah, so my net is slow, so let it be. So at the end you will see this kind of screen. Okay, so അതിനകത്താണെങ്കിൽ എല്ലാം ഉണ്ടാവും. അവർ ലൈക്ക് ബൈ ഡിഫോൾട്ട് ഒരു ഗിറ്റ് അറിയത്തില്ലെങ്കിൽ will learn about git on later phases. Okay, so git എന്ന് പറയുമ്പോൾ versioning tool ആണ്. Versioning എന്ന് പറയുമ്പോൾ like if you are working on a very big project, so ആ ടൈമിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ ബ്രാഞ്ചസും അതുപോലെ കുറേ കാര്യങ്ങൾ വരും. സോ അതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ ഗിറ്റ് നമുക്ക് നൈസായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ അത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ ടെർമിനൽ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഒരു ടു ഡു ആപ്പ് എന്ന് ഫോൾഡർ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫയൽസും ഫോൾഡർ സ്ട്രക്ചർ കാണാമല്ലേ. ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ ഞാൻ will learn about this now. Okay, so I'll right click here. Okay, so പിന്നെ id എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ കോഡ് എഡിറ്റർ ആയിരിക്കണം. സോ എൻ്റെ ഇൻസ്റ്റാൾഡ് id VS കോഡ് ആട്ടോ. VS കോഡ് ഇപ്പോൾ നിങ്ങളുടെ ആറ്റം ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേ സബ്ലൈം ടെക്സ്റ്റ് ആയിരിക്കാം. പക്ഷേ ഞാൻ VS കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. VS കോഡ് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. പിന്നെ ഇവിടെ ഉണ്ട് ലൈക്ക് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് പിന്നെ അത് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.
പിന്നെ ഡൗൺലോഡ് ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ VS കോഡാണ്. സോ ഞാൻ ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഈ പ്രൊജക്ട് സ്ട്രക്ചറിൽ എത്തി. ഇവിടെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യും. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ഗിറ്റ് ബാഷ് ക്ലിക്ക് ചെയ്യും. പിന്നെ ഇവിടെ ഞാൻ ഈ ഫോൾഡറിനെ I want to open it inside a VS Code. So what I will do, I will write code code പിന്നെ current directory means dot. Okay, dot means current directory. Space കഴിഞ്ഞിട്ടോ, after space put a dot and I hit enter and then it will open in a VS Code. Okay, VS Code open ആയിട്ടുണ്ട്. Okay, okay. So ഇങ്ങനെ. So ഇവിടെ you'll see like there are multiple folders, right? So first folder node modules publicly src. Okay, so first things first, node modules folder ഇല്ല. ഈ folder we won't be using, we won't be touching that folder. ആ ഫോൾഡറിൽ ഒന്നും ചെയ്യണ്ട. എങ്ങനെയുണ്ട് അത് അങ്ങനെ തന്നെ വെച്ചോളാം, അല്ലെങ്കിൽ അവിടെ ചെയ്യാനായിട്ട് ഒന്നുമില്ല. സെക്കൻഡ് ഫോൾഡർ ഉള്ള പബ്ലിക് ഫോൾഡർ, അവിടെ നമുക്ക് ചെയ്യാനായിട്ട് ആ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഫാബ് ഐക്കൺ ഇല്ലേ, ഫാബ് ഐക്കൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഏതെങ്കിലും വെബ്സൈറ്റിൽ പോകുമ്പോൾ ഈ മേലെ ഒരു ചെറിയ ഐക്കൺ കാണിക്കത്തില്ലേ, അത് ഫാബ് ഐക്കൺ ആണ്, ഫാബിക്കൺ എന്ന് പറയും ചില ആൾക്കാർ. സോ അതായിരിക്കും. സോ അത് നമുക്ക് വേണമെങ്കിൽ പിന്നെ പോയി മാറ്റാം. നമ്മുടെ മെയിൻ പ്രോജക്റ്റിൻ്റെ മെയിൻ ഫോൾഡർ എന്ന് പറയുമ്പോൾ SRC ഫോൾഡർ അല്ലെങ്കിൽ സോഴ്സ് ഫോൾഡർ. SRC ഫോൾഡറിൻ്റെ ഉള്ളിലായിരിക്കും ബാക്കി എല്ലാ കോഡ്സും. ഓക്കെ, സോ ഇത് നമ്മുടെ ഓവർവ്യൂ. ഓക്കെ, സോ ഇവിടെ package.json ഒരു ഫയൽ ക്രിയേറ്റ് ആയി. സോ package.json ഫയൽ എന്തോ, package.json ഫയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്രോജക്റ്റിന് കറണ്ട് ഇപ്പോൾ ഞാൻ ടു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ടു ആപ്പിന് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രോജക്റ്റിന് യൂസ് ചെയ്യാൻ പോകുന്ന എല്ലാ ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറീസും പിന്നെ അതിൻ്റെ ഒരു ഡിപ്പെൻഡൻസീസ് സെയിമാണ്. പിന്നെ വേറെ ഡെബ് ഡിപ്പെൻഡൻസീസും ഉണ്ട്. സോ അതും ഉണ്ടായിരിക്കും. പിന്നെ ഒരു സ്ക്രിപ്റ്റ്സ് ഉണ്ട്. സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ NPM കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ NPM ഇൻസ്റ്റാൾ ചെയ്യുക, പിന്നെ അതുപോലെ NPM നോഡ് പാക്കേജ് മാനേജറിൻ്റെ ആണ് ഈ സ്ക്രിപ്റ്റ്സ് എല്ലാം കേട്ടോ. സോ ഇപ്പോൾ എനിക്ക് എൻ്റെ പ്രോജക്റ്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. സോ എന്ത് ചെയ്യും, ഞാൻ ഇപ്പോൾ എൻ്റെ പ്രോജക്റ്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ പോയിട്ട് ഈ സെയിം ടെർമിനലിൽ തന്നെ കേട്ടോ, നമ്മുടെ 2D ആപ്പ് ഓപ്പൺ ആയ ടെർമിനൽ കേട്ടോ. ഇപ്പോൾ LS ചെയ്യുമ്പോൾ ഇവിടെ സോഴ്സ് ഫോൾഡർ ഈ ദിസ് ടെർമിനൽ ഇവിടെ തന്നെ പോയി ഞാൻ NPM സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സോ വാട്ട് വിൽ ഹാപ്പൻ, so ഇവിടെ ഈ കമാൻഡ് റൺ ആവും, ഈ സ്റ്റാർട്ട് ഉള്ള കമാൻഡ് റൺ ആവും. സോ this command will run react script start. So if you open it you can see like it is running this command basically, right? So ഈ command run ആവും. ഈ command run ആവുമ്പോൾ what will happen is so there are a lot of things it takes into consideration. First is it will open a Node.js server. Okay, പിന്നെ രണ്ടാമതെന്ന് പറയുമ്പോൾ നമ്മുടെ കോഡ്സ് എല്ലാം കമ്പൈൽ ചെയ്യാനും അതുപോലെ ഹോട്ട് റീലോഡിങ്ങും അതെല്ലാം ഈ NPM സ്റ്റാർട്ട് കമാൻഡ് ഹാൻഡിൽ ചെയ്യും. ഓക്കെ, സോ ബിൽഡ് കമാൻഡ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഫൈനലി ഇപ്പോൾ ഒരു 1 month എക്സാമ്പിൾ ഇപ്പോൾ 1 month ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്തോടെ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഹോസ്റ്റ് ചെയ്യണുള്ളൂ, എവിടെയും പോയിട്ട് ഹോസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കണുള്ളൂ. സോ ആ ടൈം നമ്മൾ NPM ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡിസ്റ്റ് അല്ലെങ്കിൽ ബിൽഡ് എന്ന് പറയുന്ന ഫോൾഡർ കിട്ടും. അവിടെ നമുക്കാണെങ്കിൽ എല്ലാം കമ്പൈൽഡ് കോഡ് കിട്ടും. ആ കമ്പൈൽഡ് കോഡ് നമ്മുടെ അവിടെ പോയി ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ പോയി ഹോസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ AWS ആണെങ്കിൽ AWS പോയി ഹോസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ കമ്പൈൽ സക്സസ്ഫുൾ ആയി, സെർവർ റൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ലോക്കൽ ഹോസ്റ്റ് 3000. ഓക്കെ, സോ ഇപ്പോൾ ഇത് if this is not open then what we can do is just go here, type localhost and 3000. If you hit enter then this will load. Okay, so that means your project inde idella complete ayitundu. So this is your initial look ingine aayirikkan auto ingine aayirikkan. So നമ്മൾ ഫസ്റ്റ് എന്താ വെച്ചാൽ നമുക്ക് ഈ കോഡ് ഒന്നും വേണ്ട, ഞാനെല്ലാം കോഡ് ഡിലീറ്റ് ചെയ്യാൻ പോകാം കേട്ടോ. ഞാൻ app.css ഫയൽ ഞാൻ ഡിലീറ്റ് ചെയ്യും, അത് ചെയ്യുന്നില്ല അതെനിക്ക് വേണം. സോ ഇത് app.test.js ഫയൽ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ index.css ഫയൽ അതും ഞാൻ ഡിലീറ്റ് ചെയ്യും. പിന്നെ index.js ഫയൽ വേണം, അത് ഒന്നും ചെയ്യരുത്. ഇവിടെ നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ കോഡ്സ് ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ് ആയിട്ട് index.js ഫയൽ. ഇവിടെ ഒന്നും ചേഞ്ച് ചെയ്യില്ല ഇപ്പോൾ. സോ അതിപ്പോൾ എങ്ങനെയുണ്ട് അങ്ങനെ തന്നെ വെച്ചോളും. പിന്നെ logo.svg ഫയൽ അതെനിക്ക് വേണ്ട. ഈ logo.svg എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ കറങ്ങി കൊണ്ട സാധനം ഇല്ല, അതാണ് logo.svg, അത് നമുക്ക് വേണ്ട, അതന്നെ പിന്നത്തേക്ക് ഞങ്ങൾ ചെയ്തതാണ്. ഓക്കെ, സോ ഇത്രയും എനിക്ക് വേണ്ട, ഞാൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഇതൊന്നും വേണ്ട, ഞാൻ ഫ്രോം ദ ഫ്രഷ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. സോ index.js ഫയൽ ഡിലീറ്റ് ചെയ്യല്ലേ. ഓക്കെ, ഡോണ്ട് ഡിലീറ്റ് index.js ഫയൽ. ഓക്കെ, ഗോട്ട് ഇറ്റ്, ഫൈൻ. ഓക്കെ, സോ ഞാനിപ്പോൾ ഇത് നമ്മുടെ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഇപ്പോൾ നമുക്ക് ഇത് ലൈവ് പ്രിവ്യൂ നമുക്ക് കാണാം, ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് ലൈവ് പ്രിവ്യൂ തന്നെ കാണാം കേട്ടോ. ഒരു മിനിറ്റ്. സോ ഇവിടെ ഇങ്ങനെ ചെയ്തു, Ctrl+B. ഓക്കെ, സോ ഞാനിപ്പോൾ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ സൈഡ് പാനൽ ഇല്ലേ, ആ സൈഡ് പാനലിനെ ഹൈഡ് ചെയ്തിട്ട് ജസ്റ്റ് ഫോർ നമുക്ക് ഈ കോഡ് മെയിൻലി കാണാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ
ഇതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യട്ടെ. Okay, so this is good. You can see, right? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So first things first, you have to understand one thing, like there are two different ways of creating a component. What is component? Component എന്താണ് ഇപ്പോൾ പറയാം. Component എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വെബ് പേജ്, ഇമാജിൻ ഇതൊരു വെബ് പേജ് ആട്ടോ, അല്ലെങ്കിൽ ഓക്കെ ഇതൊരു വെബ് പേജാണ്. സോ ഇത് docs.google.com ഒരു വെബ് പേജാണ്. സോ ഇപ്പോൾ ഇഫ് ഐ വാണ്ട് ടു ക്രിയേറ്റ്, ഇപ്പോൾ എനിക്ക് സെയിം docs.google.com തന്നെ എനിക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വാട്ട് ഐ വിൽ ഡു, ഐ ട്രൈ ടു മോഡുലറൈസ് ഇറ്റ്. ഓക്കെ, ഐ വിൽ ട്രൈ ടു ഡിവൈഡ് ഇറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് പാർട്സ്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ മീ ടു വർക്ക് ഓൺ, റൈറ്റ്? ഇപ്പോൾ ഞാൻ ഒറ്റയടിക്ക് സിംഗിൾ ഫയൽ ഇതെല്ലാം ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് മീ thousands and thousands of lines of code, right? സോ അത് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഇൻസ്റ്റെഡ് വാട്ട് ഐ വിൽ ഡു, ഐ വിൽ ഡിവൈഡ് ഇറ്റ്. സോ ഫസ്റ്റ് തിങ് ഈസ് ഐ വിൽ ടെൽ, ഓക്കെ, സോ ഇതൊരു ഹെഡറാണ്, ടോപ്പിൽ ഒരു ഇതുണ്ടല്ലോ, ഇതുണ്ടോ ടോപ്പിൽ ഇത്ര സാധനം ഉണ്ടല്ലോ, ഇതൊരു ഹെഡറാണ്. സോ ഇത് ഞാൻ ഒരു കമ്പോണൻ്റ് ആയിട്ട് ഞാൻ നോക്കും. പിന്നെ അതിന് താഴെ ഒരു സെക്ഷൻ ഉണ്ട്, ലേ ഔട്ടും തീമും ട്രാൻസിഷനും, പിന്നെ ഇതൊരു ബാർ ഇല്ല, ടൂൾ ബാർ, ഇതും ഒരു ഡിഫറെൻറ്റ് കമ്പോണൻ്റ് ആയിട്ട് ഞാൻ നോക്കും. പിന്നെ സൈഡിലും പിന്നെ കുറേ സ്ലൈഡ്സ് ഉണ്ടല്ലോ, ഇതും ഒരു കമ്പോണൻറ്റും പിന്നെ ഇതും ഒരു കമ്പോണൻറ്റ്. സോ ബേസിക്കലി ഇത് നമ്മൾ ഫുൾ ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ കമ്പോണൻറ്റ്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ നോക്കാം. സോ ഞാൻ ഇങ്ങനെ ഒരു സംഭവം, ഓക്കെ, സോ ഫസ്റ്റ് തിങ് എനിക്ക് ഇതുപോലെ ഒരു വെബ് ആപ്ലിക്കേഷൻ എനിക്ക് ചെയ്യണം. സോ വാട്ട് ഐ വിൽ ഡു ഈസ് ഐ വിൽ ട്രൈ ടു, ഞാനൊരു app.js ഫയലിനുള്ളിൽ തന്നെ ചെയ്യാൻ പോവാണ്. അതൊരു കമ്പോണൻ്റ് ആയിട്ട് ഫുൾ ഒരു കമ്പോണൻ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ പോവാം. ഒറ്റയടിക്ക് സമയം പോകും. സോ വാട്ട് ഐ വിൽ ഡു, ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഞാൻ ഇമ്പോർട്ട് റിയാക്ട് ഫ്രോം റിയാക്ട് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ടു ലെറ്റ് മൈ ആപ്ലിക്കേഷൻ നോ ദാറ്റ് ദിസ് ഈസ് ഗോയിങ് ടു ബി റിയാക്ട് കമ്പോണൻറ്റ്. ഓക്കെ, ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇഫ് യു ആർ റൈറ്റിംഗ് ഇൻ ഫങ്ഷണൽ കമ്പോണൻറ്റ്, ദെൻ ഇത് ഇല്ലെങ്കിലും ഇഷ്യൂ ഇല്ല. ക്ലാസ് കമ്പോണൻറ്റ് ഉണ്ടെങ്കിൽ ദെൻ വി ഹാവ് ടു യൂസ് ദിസ്, ബിക്കോസ് അവിടെ ഒരു എക്സ്റ്റെൻസ് ഉണ്ട്, ക്ലാസ് സംതിങ് ഇൻ എക്സ്റ്റെൻസ്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി സ്റ്റാർട്ട്. ദെൻ ഇപ്പോൾ എനിക്ക് ഒരു ആപ്പ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ഇതാണ് ഇതിൻ്റെ കീവേഡ്. ഓക്കെ, കോൺസ്റ്റ് ആപ്പും പ്രോപ്സ് നമ്മുടെ പ്രോപ്പർട്ടീസ് പാസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കാം. പിന്നെ ഇത് റിട്ടേൺ ഫംഗ്ഷൻ, സോ ഇതുപോലെ ഒരു ഫംഗ്ഷൻ്റെ പേരെയാണ് നമ്മൾ പറയേണ്ടത് ആരോ ഫംഗ്ഷൻസ് എന്ന് പറയാം. ഓക്കെ, ദിസ് ഈസ് ആരോ ഫംഗ്ഷൻ. ഓക്കെ, ഐ ക്യാൻ റൈറ്റ് ദ സെയിം തിങ് ഇൻ ഡിഫറെൻറ്റ് വേ. ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഫംഗ്ഷൻ ആപ്പ് പിന്നെ പ്രോപ്സ്, ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ദിസ് ഈസ് ഓൾസോ സെയിം ആസ് ദ ടോപ്പ് വൺ, ദർ ഇസ് നോ ഡിഫറൻസ്, ബട്ട് ഐ പ്രിഫർ ദിസ് വൺ ആൻഡ് യു ക്യാൻ ചൂസ് എനി വൺ യു വാണ്ട്. ഓക്കെ, പിന്നെ ഞാനിവിടെ റിട്ടേൺ ചെയ്യും. സോ എൻ്റെ എല്ലാം HTML. ഓക്കെ, ഓൾ മൈ HTML വിൽ ബി ഇൻസൈഡ് ദിസ് പാരന്തസിസ്. ഈ പാരന്തസിസിനുള്ളിൽ എൻ്റെ എല്ലാ HTML വരും. ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഡിവ് അല്ലെങ്കിൽ ഒരു ഡിവ് വേണം, അതിനുള്ളിൽ ഒരു H1 ടാഗ് ഉണ്ട്, പിന്നെ ഞാൻ ടു ഡു ആപ്പിന് എഴുതിയേക്കുക കേട്ടോ. സോ നൗ ഐ ഓപ്പണിങ് ദിസ് പാർട്ട്. ഇപ്പം ഞാൻ ഇവിടെ സേവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വോണ്ട് വർക്ക്, ബിക്കോസ് വി ആർ നോട്ട് എക്സ്പോർട്ടിങ്. നമുക്ക് ഈ ആപ്പിൽ നമ്മൾ ഒന്നും എക്സ്പോർട്ട് ചെയ്യുന്നില്ല. ദ റീസൺ അതിൻ്റെ യൂസ് എന്താണെന്ന് പറയുമ്പോൾ index.js ഫയലിൽ നമ്മൾ ഈ ആപ്പ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? സോ ഇവിടെ if something is getting imported, then that means that should be exported also, right? So അത് എക്സ്പോർട്ടും ചെയ്യണം. സോ എന്ത് ചെയ്യും? എക്സ്പോർട്ട് ചെയ്യും. അതൊരു ഡിഫോൾട്ട് എക്സ്പോർട്ട് ആയിരിക്കും. എന്തോ എക്സ്പോർട്ട് ചെയ്യണം, ഈ ആപ്പ് തന്നെ എക്സ്പോർട്ട് ചെയ്യും. ഇപ്പോൾ എനിക്ക് I can name it as anything. Okay, the reason I named this app is because it is an app.js file. എനിക്ക് വേണമെങ്കിൽ ഇതൊരു എന്തോ ഹോം പേജ് ആണെങ്കിൽ തന്നെ ആയിരിക്കും ഹോം ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഇഷ്ടം. പിന്നെ ഇവിടെ ഒരു CSSൻ്റെ ഇഷ്യൂ ഉണ്ടായിരിക്കും. ഞാൻ CSS ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, index.css എന്ന്. സോ അതിൻ്റെ ഇമ്പോർട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാം കേട്ടോ. index.js ഫയലിൻ്റെ ഉള്ളിലായിരിക്കും അതിൻ്റെ ഇമ്പോർട്ട്. സോ ഞാൻ ഈ ഇമ്പോർട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാം, ഇതെനിക്ക് വേണ്ട. ഓക്കെ, സോ സ്റ്റാർട്ടായി ടു ഡു ആപ്പിന് കാണിച്ചു. ദാറ്റ് മീൻസ് നമ്മുടെ ഈ app.jsൻ്റെ സാധനം നമ്മൾ ലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു ഇൻപുട്ട് വേണം, പിന്നെ അതിന് സൈഡിൽ പ്ലസ് ബട്ടൺ വേണം അല്ലേ? സോ ഇത് എങ്ങനെയാണ്? ഇതൊരു റോ അല്ലേ? സോ ദിസ് ഈസ് ബേസിക്കലി സിംഗിൾ റോ, റൈറ്റ്? ആഡ് ടു ഡു പ്ലേസ് ഹോൾഡറും പിന്നെ പ്ലസ് ബട്ടൺ ഒരു സിംഗിൾ റോ ആണ്. ഇതും ഒരു റോ ആണ്, ഇതും റോ ആണ്. സോ നിങ്ങൾക്ക് ബൂട്ട് സ്ട്രാപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൂട്ട് സ്ട്രാപ്പിൽ നമുക്ക് റോ ആൻഡ് കോളം എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസൈൻ പാരഡൈം ഉണ്ട് കേട്ടോ. നമ്മൾ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഐ എം നോട്ട് ഗോയിങ് ടു യൂസ് ബൂട്ട് സ്ട്രാപ്പ് നൗ. ഞാൻ സിമ്പിളായിട്ട് ഫ്ലെക്സ്, നമ്മൾ CSSൻ്റെ ഫ്ലെക്സ് ഡയറക്ഷനും ഞാൻ അത് യൂസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്തോളും, മറ്റേ ബൂട്ട് സ്ട്രാപ്പ് യൂസ് ചെയ്തോളൂ കേട്ടോ. സോ അത് എങ്ങനെ ചെയ്യും? സോ ഫസ്റ്റ് തിങ്സ് വാട്ട് ഐ വിൽ ഡു ഈസ്, ഇവിടെ ഞാനൊരു പിന്നെ വേറൊരു ഡിവ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് സോ ഡിവിനകത്ത് ഫസ്റ്റ് ഒരു ഇൻപുട്ട് ഉണ്ട് അല്ലേ? ഇൻപുട്ട് ഉണ്ട്. സെക്കൻഡ് ഒരു
ബട്ടൺ ഉണ്ട്, അതൊരു ആഡ് ബട്ടൺ ആണ്, പ്ലസ് അല്ലേ. സോ നൗ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഇപ്പം ഇങ്ങനെ വരും. സോ ഇങ്ങനെ വന്നിട്ട് ഞാനിപ്പോൾ ഐ ക്യാൻ ടെൽ ലൈക്ക് ഐ ക്യാൻ പുട്ട് എ പ്ലേസ് ഹോൾഡർ. പ്ലേസ് ഹോൾഡർ എന്തായിരിക്കും? enter to do title. ഓക്കെ, സോ enter to do title പ്ലേസ് ഹോൾഡർ ആയി, പിന്നെ അത് പ്ലസ് ബട്ടൺ. ഓക്കെ, സോ എനിക്ക് മറ്റേ ഇതുപോലെ ആക്കണം, മറ്റേ ഇതുപോലെ ഒരു സെൻട്രൽ അലൈൻഡ് ആക്കണം. സോ ഹൗ ഐ ക്യാൻ ഡു ദാറ്റ്? ഐ ക്യാൻ ഡു ദാറ്റ് ഇൻ എ ഈസി വേ. ഓക്കെ, സോ ഐ വിൽ ഷോ യു ഹൗ. നമുക്ക് ഒരു CSS ഫയൽ ലിങ്ക് ചെയ്യാം. സോ CSS ഫയൽ എങ്ങനെ ലിങ്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ചെയ്യാൻ ആവശ്യമില്ല, app.js CSS ഫയൽ ഓൾറെഡി ഉണ്ടല്ലോ, ഞാൻ ഇത് യൂസ് ചെയ്താൽ പോലെ. സോ ഞാൻ ഇവിടെ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യും, കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ട്. ആ ക്ലാസ്സിന് ഞാൻ ഡിസ്പ്ലേ ഫ്ലെക്സ് പ്രോപ്പർട്ടി കൊടുക്കും. പിന്നെ ഞാൻ പറയും ഫ്ലെക്സ് ഡയറക്ഷൻ എന്തായിരിക്കണം? കോളം അല്ലേ, കോളം ആയിരിക്കണം. പിന്നെ ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്ററും അലൈൻ ഐറ്റംസും സെൻറ്ററും. സോ ദാറ്റ് മീൻസ് വെർട്ടിക്കലിയും പിന്നെ ഹൊറിസോണ്ടലും സെൻറ്റർ ആക്കുക. ഞാനിപ്പോൾ ആ സെയിം CSS ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് സ്റ്റൈൽസ് ഫ്രോം ഇങ്ങനെ app.css. So the reason for putting dot slash is because dot slash means I have to open the current folder, right? The reason is ഇവിടെ നോക്കിയേ, app.js ഫയലിൻ്റെ ആ സെയിം ഫോൾഡറിൽ തന്നെയാണല്ലോ app.css ഫയൽ, വേറെ ഫോൾഡർ ഇല്ലല്ലോ. സോ ദാറ്റ് മീൻസ് I have to check the CSS file inside my current folder, right? സോ അതങ്ങ് ചെയ്തു. പിന്നെ ഇവിടെ എന്ത് ചെയ്യും? ക്ലാസ് നെയിം ഇടും. സോ ക്ലാസ് നെയിം ഒരു എന്തായിരിക്കും? ഇതൊരു ജാവാസ്ക്രിപ്റ്റ് ഇമ്പോർട്ട് ആണ്. സോ ദാറ്റ് മീൻസ് ഇതും ഒരു ജാവാസ്ക്രിപ്റ്റ് എഴുതേണ്ടി വരും. സോ ഐ റൈറ്റ് styles dot container. ഓക്കെ, സോ ഇത് ഞാൻ റിഫ്രഷ് ചെയ്യട്ടെ. വന്നിട്ടില്ലല്ലോ, ഇത് ബാക്ക്ഗ്രൗണ്ട് കളർ അതുകൊണ്ട് നോക്കട്ടെ. ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആക്കി. ഹൈ ഇത് സെയിം റൈറ്റ്? സ്പെല്ലിംഗിൽ തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ലല്ലോ. സോറി, ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇഷ്യൂ എന്താണ്? ഇപ്പോൾ എനിക്ക് ഇത്തിരി നോക്കിയപ്പോൾ കത്തിയത് ഇഷ്യൂ എന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇഷ്യൂ ഇല്ല കേട്ടോ, ഞാൻ പറയാം. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ ട്രൈ ടു ഇമ്പോർട്ട് മൈ ക്ലാസ് നെയിം ഇൻ ദിസ് വേ. ഓക്കെ, ഇമ്പോർട്ട് സ്റ്റൈൽസ് ഫ്രോം app.css എന്ന് പറഞ്ഞ് app.css-നുള്ളിൽ കണ്ടെയ്നറിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇമ്പോർട്ട് ആവുന്നില്ല. ഇഷ്യൂ പിന്നെ മനസ്സിലായത് നമുക്ക് ഇമ്പോർട്ട് സ്റ്റൈൽസ് ഫ്രോം ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റിനെയിം ദ app.css ടു app.module.css ആയിട്ട് റിനെയിം ചെയ്യണം. ഓക്കെ, സോ അത് കാരണം എന്താണെന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് it is always a best practice to import your CSS in this format. ഓക്കെ, ഇത് ഈ ഫോമാറ്റിൽ തന്നെ ഇമ്പോർട്ട് ചെയ്തുള്ളൂ. കാരണം പിന്നെ പറയാം, പക്ഷേ ഇതൊരു ഗുഡ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസ്, ഗുഡ് പ്രാക്ടീസ് ആണ് കേട്ടോ. പക്ഷേ ഈ രീതിയിൽ. പക്ഷേ ഇഫ് യു വാണ്ട് ടു ഇമ്പോർട്ട് സംതിങ് ലൈക്ക് ദിസ്, then you have to rename your app.css to app.module.css because it is going to be working inside a particular module, right? ഒരു എൻ്റെ ഈ CSS ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റിന് വേണ്ടി മാത്രമാണെന്ന് നമുക്ക് നമ്മുടെ കമ്പൈലറിന് മനസ്സിലാവും. സോ app.module.css ഇങ്ങനെ ചെയ്യാം. പിന്നെ അതുപോലെ നമ്മുടെ ഇവിടെ ഇമ്പോർട്ടും app.module.css ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാം, ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ സേവ് ചെയ്യുമ്പോൾ ഇപ്പോൾ കണ്ടു, ഇപ്പോൾ ഇഷ്യൂ ഇല്ല, ഇപ്പോൾ അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. സെറ്റല്ല, കുഴപ്പമില്ലാത്തതായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ചെയ്തിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യണു? ഞാനിത് വിഡ്ത്തും ഹൈറ്റ് ഞാൻ ഇപ്പോൾ 100 px ആക്കിയിട്ടുണ്ട്. അത് 100 pixels ആക്കുക. സോ ഇത് ഞാനൊരു 400 pixels ആക്കട്ടെ. ഓക്കെ, സോ ഇത് ജസ്റ്റിഫൈ കണ്ടെന്റ് റിഫ്ലെക്സ് ഡയറക്ഷൻ റൂ ആക്കാം അല്ലേ. റൂ ആക്കുമ്പോൾ നമ്മുടെ സെയിം ഇതിൽ വന്നു. പിന്നെ ഇനി ഇച്ചിരി പാഡിങ് വേണം. അത് ഞാൻ ജസ്റ്റിഫൈ കണ്ടെന്റ് സെൻറ്റർ അത് ഞാൻ സ്പേസ് ബിറ്റ്വീൻ ആക്കുകയാണെങ്കിൽ അത് പിന്നെ ചെറിയൊരു ഇത് വരും, എന്തോ ഡിസ്റ്റൻസ് വരും ഇതിൻ്റെ രണ്ടും തമ്മിൽ. ഓക്കെ, സോ ഇത്ര ഡിസ്റ്റൻസ് കൂടുതലാണ്. സോ വാട്ട് ഐ വിൽ ഡു ഈസ് ഐ വിൽ റെഡ്യൂസ് ദ ഡിസ്റ്റൻസ്. ഓക്കെ, why it is not coming? Okay, so I'll reduce the distance by decreasing the width. ഞാൻ ഒരു 300 pixels ആക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഓക്കെ, സോ ഇങ്ങനെ നമ്മുടെ ഇഷ്യൂം സോൾവ് ആയി. 100 pixels width ആണല്ലേ, സോറി, ഇത് ഞാൻ 50 pixels ആകട്ടെ. ഓക്കെ, സോ ഇപ്പോൾ ഇഷ്യൂ ഇല്ല. സോ ഞാൻ
ബാക്ക്ഗ്രൗണ്ട് കളർ ഇത് ഡിബഗ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തതാണ്, വർക്കിംഗ് ആണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, ഇപ്പം ഇഷ്യൂ ഇല്ല, വർക്കായിട്ടുണ്ട്. നമുക്കിപ്പോൾ എൻ്റർ ടു ഡു ടൈറ്റിൽ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പ്ലസ് ചെയ്യുവാണെങ്കിൽ നടക്കത്തില്ല, കാരണം നമുക്ക് അതിന് വേണ്ടി കോഡിംഗ് ഒന്നും ചെയ്തിട്ടില്ല. സോ ഇത് ബേസിക് കോഡിംഗ് ആണ്. സോ സെക്കൻഡ് തിങ് ഈസ് നൗ വാട്ട് ഐ വോണ്ട് ടു ഡു ഈസ് ഈ എല്ലാം ഇപ്പോൾ ഇങ്ങനെ ഒരു വന്നാൽ എനിക്ക് എന്തെങ്കിലും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഐ വാണ്ട് ടു ആഡ് ഇറ്റ് സംവെയർ, റൈറ്റ്? അതെങ്ങനെ ചെയ്യും ഇപ്പോൾ? സോ നോർമലി വിൽ ഫീൽ കി നമുക്ക് ജാവാസ്ക്രിപ്റ്റിനകത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു എന്തോ അറേ ക്രിയേറ്റ് ചെയ്തിട്ട് അറേയിൽ നമുക്കിത് ചെയ്താൽ പോരെ, എന്തോ പുഷ്. ഇപ്പോൾ ഞാൻ പുതിയൊരു ടൈറ്റിൽ കൊണ്ടുവരാണെങ്കിൽ ഇത് അറേയിൽ പുഷ് ചെയ്തിട്ട് ആ സാധനം നമുക്ക് കാണിച്ച പോരെ യു ഐയിൽ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് പറയുമ്പോൾ സോ in നമ്മുടെ റിയാക്റ്റിൽ there is different life cycles that is working. Okay, life cycle methods എന്തുവാണ്? there are like 5-6 like I think 5 or 6 like relevant life cycle methods. first life cycle method ആയിരിക്കും constructor. Okay, അത് constructor അത് ഇങ്ങനെയാണ്. Okay, so basically പറയാം, ഞാൻ ഇങ്ങനെ ലോക്കൽഹോസ്റ്റ് 3000 ലോഡ് ചെയ്തു. ലോഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റി? ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ index.js ഫയലിൽ എൻട്രി പോകും. എൻട്രി പോയിട്ട് അവിടെ എന്തുണ്ട്? അവിടെ ഈ റൂട്ട് ഡോട്ട് റെൻഡറിൻ്റെ ഉള്ളിൽ ആപ്പ് ഫയൽ ഉണ്ടല്ലോ. സോ ആപ്പിൽ പോകും. സോ ദാറ്റ് മീൻസ് ആപ്പിൽ തിരിച്ച് വന്നു. ആപ്പിൽ തിരിച്ച് വരുമ്പോൾ ഒരു മിനിറ്റ് ക്ലിക്ക് ചെയ്യാം. ആപ്പിൽ എൻ്റെ കൈ ഓക്കെ, ആപ്പിൽ വന്നു. ആപ്പിൽ വന്നിട്ട് പിന്നെ ഇവിടെ എത്തും. ഇവിടെ എത്തിയിട്ട് പിന്നെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ടർ എവിടെ ഉണ്ട്? കൺസ്ട്രക്ടർ വെളിയിലാണ്. ദിസ് ഈസ് കൺസ്ട്രക്ടർ. ഓക്കെ, this is the first thing. ഇത് നമ്മുടെ റിട്ടേണിൻ്റെ വെളിയിലുള്ള സംഭവമാണ് ഫസ്റ്റ് ലോഡ് ആവേണ്ടത്. സോ ദാറ്റ് മീൻസ് ഇവിടെ വരും, ഇവിടെ കയറും ഫസ്റ്റിൽ. സോ ഇഫ് ഐ പുട്ട് കൺസോൾ ഡോട്ട് ലോഗ് എൻറ്റേർഡ് ഹിയർ. ഓക്കെ, പിന്നെ ഞാൻ ഇത് കഴിഞ്ഞ ശേഷം ഞാനിപ്പോൾ അത് നമുക്ക് ഡിബഗിൽ കാണാം അത് ലോഡ് ആയിട്ടുണ്ട് ഇല്ലെന്ന്. ഇപ്പോൾ കണ്ടോ, എൻറ്റേർഡ് ഹിയർ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, സോ പിന്നെ ഞാൻ ക്ലാസ് ഓക്കെ ഇത് വേണം സംഭവം. ഓക്കെ വന്നു. സോ പിന്നെ അത് കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ ലൈഫ് സൈക്കിൾ മെത്തേഡ് എന്തുവാണ്? രണ്ടാമത്തെ ലൈഫ് സൈക്കിൾ മെത്തേഡാണ് കമ്പോണൻറ്റ് ഡിഡ് മൗണ്ട്. നമ്മുടെ കമ്പോണൻറ്റ് മൗണ്ട് ആയോ ഇല്ലേ? മൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രൗസറിനകത്ത് ആ കമ്പോണൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മീൻസ് ഈ ഇതുപോലെ എല്ലാ സാധനവും മീൻസ് ഇത് ഡിബും പിന്നെ H1 അതൊക്കെ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോസസ്സ് കേട്ടോ. ആ പ്രോസസ്സ് നമുക്ക് എവിടെ ക്യാപ്ചർ ചെയ്യും? ഇതുപോലെയുള്ള ഇവൻറ്റ്സ് ആണ്. ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഇവൻറ്റ്സ് ആണ്. ഓക്കെ, സോ മീൻസ് ദാറ്റ് ഈസ് ലൈക്ക് വൺ എൻട്രി പോയിന്റ് കഴിഞ്ഞ രണ്ടാമത്തെ എൻട്രി പോയിന്റ് ആയിരിക്കും ഇതൊക്കെയെല്ലാം. സോ രണ്ടാമത്തെ എൻട്രി പോയിന്റ് ആണ് നമ്മുടെ ഈ റെൻഡർ ആവും. റെൻഡർ ആയ ശേഷം കമ്പോണൻറ്റ് ഡിഡ് മൗണ്ടിന് ആ രണ്ടാമത്തെ ലൈഫ് സൈക്കിൾ മെത്തേഡ് കോൾ ആവും. ഓക്കെ, സോ കമ്പോണൻറ്റ് ഡിഡ് മൗണ്ട് ലൈഫ് സൈക്കിൾ മെത്തേഡ് നമുക്ക് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? അത് യൂസ് എഫക്റ്റ് ഹുക്ക് ചെയ്തിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഞാൻ പിന്നെ പറയാം. യൂസ് എഫക്റ്റ് ഹുക്കിനെ കുറിച്ച് ഞാൻ ഇപ്പം തന്നെ പറയാമോ അല്ലേ? ഓക്കെ, സോ ഇത് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ റിയാക്ട് ഡോം ആൻഡ് റെൻഡറിങ് പ്രോസസ്സസ് പറയാം. ഓക്കെ, സോ റിയാക്ട് ഡോം എന്ന് പറയുമ്പോൾ നമ്മുടെ നമുക്ക് ഇത് കാണാൻ പറ്റുന്നു. ലൈക്ക് വാട്ട് യു ആർ ഗെറ്റിംഗ് ഷോൺ ഓവർ ഹിയർ ലൈക്ക് ടു ഡു ആപ്പ്. ദിസ് ഈസ് അവർ റിയാക്ട് ഡോം, ദിസ് ഈസ് അവർ ഡോം, ദിസ് ഈസ് അവർ ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ. റിയാക്ട് ഡോം എന്തുവാണ്? സോ വാട്ട് ഹാപ്പൻസ് ഈസ് നമുക്ക് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രോസസ്സ് ഇവിടെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ what React will do is it will create a virtual DOM or shadow DOM. Okay, virtual DOM എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ട്രീ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡേറ്റ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ ഇഫ് ഐ പുട്ട് എനി ന്യൂ ലൈക്ക് ഇപ്പോൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മീൻസ് ബാക്ക്ഗ്രൗണ്ട് കളർ മാറുന്നുണ്ട്. സോ അത് ഒരു പുതിയ എന്താ റെൻഡറിങ് ആണത്. ഓക്കെ, അതൊക്കെ അല്ല നമ്മുടെ ഈ നമ്മുടെ ഡോം കമ്പാരിസൺ ചെയ്തിട്ട് അതിൻ്റെ എവിടെയാണ് മീൻസ് അത് കളർ മാറ്റേണ്ടത് അതൊക്കെ എല്ലാം നമ്മുടെ ഈ ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് ട്രിഗർ ചെയ്തിട്ട് ആവാൻ അതൊക്കെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഹുക്സ് എന്താണ് പഠിക്കാം കേട്ടോ. ഓക്കെ, സോ ഹുക്ക് എന്ന് പറയുമ്പോൾ ലൈക്ക് ഹുക്സ് ആർ ബേസിക്കലി ദേ ആർ ലൈക്ക് ഫങ്ഷൻസ്, ബട്ട് വാട്ട് ദേ വിൽ ഡു ഈസ് ദേ വിൽ റിട്ടേൺ ബാക്ക് എ ഫങ്ഷൻ ആൻഡ് എ സ്റ്റേറ്റ്. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പോൾ പ്രാക്ടിക്കലി കാണിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് വാട്ട് ഐ വിൽ ഡു ഈസ് ഇപ്പോൾ ഞാൻ ഇവിടെ ഇൻപുട്ട് പ്ലേസ് ഹോൾഡർ ചെയ്ത ശേഷം ലൈക്ക് വെൻ ഐ ക്ലിക്ക് ദ പ്ലസ് ബട്ടൺ ഐ വാണ്ട് ഇപ്പോൾ എന്താണ് ഞാൻ ഇൻപുട്ട് ചെയ്യുന്നത് ആ വാല്യൂ എനിക്ക് കിട്ടണം തിരിച്ച് അല്ലേ. സോ ഞാൻ എന്താ വെച്ചാൽ ഒരു ഓൺ ക്ലിക്ക് പ്ലസ് ബട്ടൺ ചുമ്മാ ഒരു പേര് ഇത് ഫങ്ഷനാണ്. സോ ഓൺ ക്ലിക്ക് പ്ലസ് ബട്ടൺ ഓക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷൻ ഞാനിപ്പോൾ പറയാം കൺസോൾ ഡോട്ട് ലോഗ് ദിസ് ഈസ് ക്ലിക്ഡ്
So when I click my plus button, I should see this console.log statement, right? So control shift I ചെയ്ത് ഞാനിപ്പോൾ കൺസോളിൽ പോവാം. ഞാനിപ്പോൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ആവുന്നുണ്ട്? ഒന്നും ആവുന്നില്ല, ഒന്നും കാണിക്കുന്നില്ല ഇവിടെ. ഇതാണ് നമ്മുടെ കൺസോളിൻ്റെ വാല്യൂ. സോ ഒന്നും കാണിക്കുന്നില്ല. സോ വാട്ട് ഐ വിൽ ഡു, നമുക്ക് ഈ ഫംഗ്ഷൻ നമ്മുടെ ബട്ടണിൻ്റെ ഈവൻറ്റിനകത്ത് എന്ത് ചെയ്യണം? Bind ചെയ്യണം. Okay, so what I'll do on like if you check the button, like there are different events. Okay, so there is event as on click event. That means when my function is getting clicked. So what I'll do, when my function is getting clicked, I will pass this arrow function over here. That means I'll put on click plus button. ചുമ്മാ copy paste ചെയ്താൽ പോരെ. Control C Control V. Okay, ചെയ്തു. ഇപ്പോൾ കണ്ടു, ഞാനിപ്പോൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ദിസ് ഈസ് ക്ലിക്ക് കാണിക്കുന്നുണ്ടല്ലോ ഇവിടെ, അങ്ങനെ വന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം എന്താ ചെയ്യണം? നമുക്ക് ഈ ഇൻപുട്ട് ഫീൽഡിൽ എന്തോ ഡേറ്റ ഉണ്ട്, ആ ഡേറ്റ നമുക്ക് അത് മീൻസ് ഒരു ആഡ് ചെയ്യാൻ ടൈമിൽ നമുക്ക് അത് ഡേറ്റ കൂടെ വേണമല്ലോ. ആ ഡേറ്റ നമുക്ക് എങ്ങനെ കിട്ടും? ആ ഡേറ്റ കിട്ടാൻ നമുക്ക് രണ്ട് വഴിയുണ്ട്. ഫസ്റ്റ് വഴി എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ ജാവാസ്ക്രിപ്റ്റിൻ്റെ document.getElementById കഴിഞ്ഞിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ റിയാക്ടിനകത്ത് വന്ന കഴിഞ്ഞ ശേഷം യു കാൺട്ട് യൂസ് ദാറ്റ്, റൈറ്റ്? അതൊരു നാണക്കേട് ഉണ്ടായിരിക്കുമല്ലോ. സോ നമ്മൾ വാട്ട് വിൽ ഡു, ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ദാറ്റ് ഐ ഇമ്പോർട്ട് യൂസ് റെഫ് ഒരു ഹുക്ക് ഞാൻ ഇമ്പോർട്ട് ചെയ്യും. എന്ത് ചെയ്യും? കോൺസ്റ്റ് ഇൻപുട്ട് റെഫ്, അതിൻ്റെ ഇതാണ് പേര് കേട്ടോ. പേര് ഇൻപുട്ട് റെഫ് ഇടുക, അതിനകത്ത് യൂസ് റെഫ് ആയിരിക്കും അതിൻ്റെ ഹുക്കിൻ്റെ നല്ലായിട്ട് പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും? ഈ റെഫിൽ ഇപ്പോൾ റെഫിനകത്ത് ഒന്നുമില്ല, നല്ലാണ് വാല്യൂ. പക്ഷേ എനിക്ക് ഈ ഇൻപുട്ട് റെഫിനകത്ത് എന്ത് വേണം? എനിക്ക് ഈ ഇൻപുട്ടിൻ്റെ റെഫറൻസ് വേണം. ഓക്കെ, സോ വാട്ട് ഐ വിൽ ഡു, ഐ വിൽ ഗോ ഡൗൺ ഹിയർ ആൻഡ് വാട്ട് ഐ വിൽ ഡു, ഐ വിൽ ടൈപ്പ് ഹിയർ ref equals to അതിനനുസരിച്ച് ഈ റെഫറൻസ് എവിടെ കൊടുക്കണം? അത് ഇൻപുട്ട് റെഫിൽ കൊടുക്കണം. ഓക്കെ, സോ അങ്ങനെ ചെയ്തു. ഇപ്പോൾ ഞാനിവിടെ console.log input ref dot current ചെയ്തു കേട്ടോ. അപ്പോൾ നോക്കാം ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു. ഇപ്പോൾ ഞാൻ പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഇൻപുട്ട് റെഫിൻ്റെ ഇത് കണ്ടു, ഇതിൻ്റെ റെഫറൻസ് ഇവിടെ വന്നു. മനസ്സിലായോ? ഓക്കെ, സോ നമുക്ക് ഇവിടെ ഇതിൻ്റെ വാല്യൂ കൂടെ വേണം. സോ ഇൻപുട്ട് റെഫ് ഡോട്ട് ടാർഗെറ്റ് വാല്യൂ. ഇപ്പോൾ ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ input ref dot value ആണ് തോന്നുന്നു. ഓക്കെ, സോ ഇൻപുട്ട് റെഫ് ഡോട്ട് വാല്യൂ ടാർഗറ്റ് അല്ല, ഞാൻ പിന്നെ ജാവാസ്ക്രിപ്റ്റിലോട്ട് മാറി. ഇങ്ങനെ ഇൻപുട്ട് റെഫ് ഡോട്ട് കറന്റ് ഡോട്ട് വാല്യൂ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇൻപുട്ട് റെഫിൻ്റെ ഈ റെഫറൻസിൻ്റെ ഈ ഇൻപുട്ടിൻ്റെ വാല്യൂ എന്താണ്? നമ്മളിപ്പോൾ ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ലല്ലോ, ഇതൊരു പ്ലേസ് ഹോൾഡർ ഡസ് നോട്ട് മീൻ ഇറ്റ് ഈസ് വാല്യൂ. ഓക്കെ, ബട്ട് ഇഫ് ഐ ടൈപ്പ് സംതിങ് ഹിയർ ലൈക്ക് ന്യൂ ടു ഡു, then what will happen? If I click on plus button, you will see ഇപ്പോൾ അവിടെ ന്യൂ ടു ഡു വരുന്നുണ്ട്. ഇഫ് ഐ പുട്ട് ന്യൂ ടു ഡു ചെക്ക്, if I put plus button, you can see അതും കൂടെ വരുന്നുണ്ട്, right? So this is working fine. So this is the way how you will try to do it. Okay, so ഇത് ഒരു one of the methods ആണ്. So like in this way, like നമുക്ക് ഇൻപുട്ട് റെഫിനെ കുറിച്ച് മനസ്സിലായല്ലോ. Now you know what is input ref, right? But there is another one method, that is by using useState. Okay, useState പക്ഷേ useState ഇച്ചിരി ഡിഫറെൻ്റ് ഉണ്ട്. ലൈക്ക് ദിയർ ഹൗ യു വിൽ ഡു ഇറ്റ് ഈസ്, നമ്മൾ ഫസ്റ്റിലാണെങ്കിൽ ഒരു വാല്യൂ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ന്യൂ ടു ഡു എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഇവിടെ സെറ്റ്. സോ ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാട്ടോ. ഇത് ഞാൻ പറയാം ഇതെങ്ങനെയാണ് സംഭവം. ഇവിടെ ഞാനൊരു ഖാലി ഒരു empty കൊടുക്കാം. ഓക്കെ, സോ ഹൗ ദിസ് വർക്ക്സ് ഇസ് useState വിൽ ടേക്ക് ഇൻ ലുക്ക്. ഇവിടെ കണ്ടു ഇനീഷ്യൽ സ്റ്റേറ്റ് എടുക്കും, പിന്നെ അത് എന്ത് റിട്ടേൺ ചെയ്യും? ഇറ്റ് വിൽ റിട്ടേൺ ബാക്ക് ദ സെയിം. എന്താണ് ഇനീഷ്യൽ റിട്ടേൺ, ആ സെയിം സ്റ്റേറ്റ് തിരിച്ച് റിട്ടേണും ചെയ്യും. അതിന് കൂടെ ആയിട്ട് ഒരു സെറ്റ് സ്റ്റേറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്പാച്ച് ഇവൻറ്റും കൂടെ റിട്ടേൺ ചെയ്യും. ഓക്കെ, സോ അത് നമുക്ക് അതൊരു അറേ ആയിട്ട് റിട്ടേൺ ചെയ്യും. കണ്ടു, ഇതൊരു അറേ അകത്താണ് റിട്ടേൺ ചെയ്തത്. സോ അത് നമുക്ക് എങ്ങനെ ക്യാപ്ചർ ചെയ്യും? അത് നമ്മൾ ഒരു അറേ എങ്ങനെ സെറ്റ് ചെയ്യും? അറേൻ്റെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റ്, ഈ ഇനീഷ്യൽ സ്റ്റേറ്റ് തന്നെ ആയിരിക്കും ഫസ്റ്റ്. സെക്കൻഡ് പറയുമ്പോൾ ദിസ് ഈസ് എ ഫംഗ്ഷൻ വിച്ച് വിൽ ഹെൽപ്പ് യു ഇൻ അപ്ഡേറ്റിംഗ് ദിസ് വാല്യൂ. ഈ ന്യൂ ടു ഡുവിൻ്റെ വാല്യൂ എന്താണ് അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും നമ്മൾ സെക്കൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്കത് നോക്കാം. സോ എങ്ങനെ ചെയ്യും? ഓക്കെ, സോ ഇവിടെ എത്തിക്കഴിഞ്ഞ ശേഷം ഇതിനെ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ
ഇപ്പോൾ ആ വാല്യൂ ഇപ്പോൾ വാല്യൂ യൂസ് ചെയ്യാൻ നമുക്ക് ഒരു ഇത് യൂസ് ചെയ്യാനായിട്ട് ഞാൻ ക്ലിയർ ചെയ്യട്ടെ ഒരു മിനിറ്റ്. ഓക്കെ, സോ ഞാനിപ്പോൾ എന്ത് ചെയ്യും, എനിക്കൊരു വാല്യൂ കൂടെ കൊടുക്കുന്ന ഇവിടെ വാല്യൂ ഈക്വൽസ് ടു പിന്നെ ഒരു ന്യൂ ടു ഡു ആണ് ഇതിൻ്റെ വാല്യൂ. സോ ഒരു എംപ്റ്റി സ്ട്രിങ് ഒന്നുമില്ല, വാല്യൂ ഒന്നുമില്ല, എംപ്റ്റി സ്ട്രിങ് ആയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഉണ്ട് ഒന്നും കാണിച്ചില്ല. പക്ഷേ ഇവിടെ ഇഫ് ഐ ടൈപ്പ് സംതിങ് ലൈക്ക് സൂരജ്, what will happen, you can see the value changes to Suraj, right? So ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് കേട്ടോ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞ ശേഷം ഞാൻ പറയും സോ വൈൻ പിന്നെ രണ്ടാമത്തെ നൗ നെക്സ്റ്റ് തിങ്. ഓക്കെ, നെക്സ്റ്റ് തിങ് ഈസ് when I am typing something ഈ ഇൻപുട്ടിൽ if I am typing something I want that ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ എന്താണ് ടൈപ്പ് ചെയ്യുന്നത് ആ വാല്യൂ എനിക്ക് എവിടെയെങ്കിലും സ്റ്റോർ ആവണം. അത് ന്യൂ ടു ഡുവിനകത്ത് സ്റ്റോർ ആവും. പിന്നെ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ന്യൂ ടു ഡുവിൻ്റെ വാല്യൂ നമ്മൾ അവിടെ പ്ലസ് ബട്ടൺ വഴി നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും കേട്ടോ. അതെങ്ങനെയാണ് പറയാം ഒരു മിനിറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് എന്ത് ചെയ്യും, ഇപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞ ശേഷം ഞാൻ ഇപ്പോൾ ഇൻപുട്ടിൽ ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടോ അത് നോക്കണം. ഓൺ ചേഞ്ച് ആണ് അതിൻ്റെ. ഇപ്പോൾ ഞാൻ ഓൺ ക്ലിക്ക് പോലെ ഇൻപുട്ടിനകത്ത് ഓൺ ചേഞ്ച് ഒരു ഇവൻ്റ് ഉണ്ട്. ഓൺ ചേഞ്ചിൽ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഓൺ ചേഞ്ച് ഇൻപുട്ട് ടെക്സ്റ്റ് ഈക്വൽസ് ടു ഇവിടെ ഒരു ഈവൻറ്റ് പാസ് ചെയ്യണം. ഓക്കെ, അതൊരു ഈവൻറ്റ് പാസ് ചെയ്യും. പിന്നെ ഞാൻ ഇവിടെ console.log ഈവൻറ്റ് നോക്കാം അതെന്തോ ആണ് വാല്യൂ. പിന്നെ ഓക്കെ, സോ പിന്നെ ഈ ഓൺ ചേഞ്ച് ഇൻപുട്ട് ടെക്സ്റ്റ് ഇല്ല, ഈ ഫംഗ്ഷൻ ഞാൻ ഇവിടെ പാസ് ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ നോക്കാം, ഇപ്പോൾ ഞാൻ ഇതിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്, കണ്ടോ, now something is getting shown over here, right? Okay, so now I want ആ ഇവൻറ്റിൻ്റെ എനിക്ക് വാല്യൂ വേണം, right? So now if I'm typing the same thing here, you can see target dot value. Now if I'm writing something here, you can see ആ വാല്യൂ കണ്ടോ, EAS ഇതൊക്കെല്ലാം വരുന്നുണ്ടല്ലോ അവിടെ, കണ്ടല്ലോ താഴെ. ഓക്കെ, സോ നമുക്ക് അത് അവിടെ വരെ എത്തി. Now next thing what I want to do is ഈ വാല്യൂ I want to store it inside the എവിടെ സ്റ്റോർ ചെയ്യും, ഈ ന്യൂ ടു ഡുവിനകത്ത് സ്റ്റോർ ചെയ്യും. ഓർ I want to store it inside my ഇതിനകത്ത് ഇതിൽ സ്റ്റോർ ചെയ്യണം. അതെങ്ങനെ സ്റ്റോർ ചെയ്യും, സെറ്റ് ടു ഡു ഡിസ്പാച്ച് ഇവൻറ്റ് വെച്ചിട്ടാണ് അത് സ്റ്റോർ ആവേണ്ടത് അല്ലേ. സോ ഇപ്പോൾ എങ്ങനെ ചെയ്യും, സെറ്റ് ടു ഡു അതിലാണെങ്കിൽ ഈവൻറ്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ പാസ് ചെയ്യാം. ഓക്കെ, ചെയ്തിട്ട് പിന്നെ നമ്മൾ ഓക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ട്രൈ ചെയ്യും. ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ എന്തോ ടൈപ്പ് ചെയ്യുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം സ്റ്റോർ ആവുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ when I click the പ്ലസ് ബട്ടൺ എന്താവണം, എനിക്ക് console.log പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആ ന്യൂ ടു ഡു എന്തോ ടൈപ്പ് ചെയ്ത പുതിയ ടു ഡു എന്തോ അതിൻ്റെ വാല്യൂ എനിക്ക് console.log ചെയ്യണം. സോ ഞാൻ ഇവിടെ വന്നു, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ യു ക്യാൻ സി എന്തോ ടൈപ്പ് ചെയ്തു അത് വന്നു. പിന്നെ ഇത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിലോ, ഡിലീറ്റ് ചെയ്യാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും വരത്തില്ല, കാലി എംപ്റ്റി ബോക്സ് ആണ് വന്നത്. ഓക്കെ, അവിടെ എത്തി നമ്മൾ. പിന്നെ now next thing is when I want my new to do, I want it to be inserted into this array, right? ഇപ്പോൾ ഞാൻ this won't work but I will show you why it doesn't work. Okay, ഇപ്പോൾ ഞാൻ എനിക്ക് പറയുക, എനിക്ക് array dot push ഒരു മെത്തേഡിനകത്ത് ഞാനാണെങ്കിൽ ന്യൂ ടു ഡു പാസ് ചെയ്തെന്ന് വിചാരിക്കും. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ താഴെ പറയുക ലൈക്ക് എനിക്ക് ആ അറേയിലുള്ള എല്ലാ വാല്യൂസ് എനിക്ക് താഴെ ഇവിടെ കാണാൻ പറ്റണം. ഞാൻ പുതിയൊരു ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഞാൻ പറയും എനിക്ക് ഇതൊരു എന്തോ ലൈക്ക് ദിസ് ഈസ് അറേ ഈസ് എ ജാവ. സോ HTML ഉള്ളിൽ ഇഫ് യു വാണ്ട് HTML ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒരു ജാവാസ്ക്രിപ്റ്റ് വാല്യൂ മീൻസ് ഇതുപോലെ ഒരു ടു ഡു മീൻസ് ഇത് ന്യൂ ടു ഡു ഒരു ജാവാസ്ക്രിപ്റ്റ് വാല്യൂ ആണല്ലോ, ഒരു വേരിയബിൾ ആണല്ലോ. HTML ഉള്ളിൽ നമുക്ക് ആ വേരിയബിൾ ഇഫ് യു വാണ്ട് ടു ഷോ ദ വേരിയബിൾ ദെൻ വാട്ട് ഐ വിൽ ഡു ഈസ് ഐ വിൽ പുട്ട് ദാറ്റ് ഇൻ ടു എ കർലി ബ്രേസസ്. ഓക്കെ, അങ്ങനെ കർലി ബ്രേസസ് നമുക്ക് കൊടുക്കണം. ഇപ്പോൾ ഞാൻ പോയിട്ട് റിഫ്രഷ് ചെയ്യുവാണെങ്കിൽ ഇഫ് ഐ ടൈപ്പ് സംതിങ് ഹിയർ യു ക്യാൻ സി ഇവിടെ ആ വാല്യൂ വരുന്നുണ്ട്. കാരണം ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് സെറ്റ് ഇൻസൈഡ് ദ ന്യൂ ടു ഡു. ഈ ന്യൂ ടു ഡു എന്തുവാ, ന്യൂ ടു ഡു ഇസ് എ യൂസ് സ്റ്റേറ്റ് ആണെങ്കിൽ ഇറ്റ്സ് re-render hook. Okay, it will help you in re-rendering. Okay. So okay, so that is done. So now
this, since the array is not a useState hook, right? Arrays നമുക്ക് useState hook യൂസ് ചെയ്തിട്ടല്ല നമ്മൾ array ചെയ്യുക. So that means ഇതെന്ത് സംഭവിക്കും, ഇത് നമ്മൾ എന്തോ വാല്യൂ കൊടുത്താലും ഇത് റീറെൻഡർ ആവത്തില്ല. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ ഇപ്പോൾ ഞാൻ ഇവിടെ arrayൻ്റെ വാല്യൂ ഇവിടെ array ഞാൻ കൊടുക്കുകയാണെങ്കിലും it will always be an empty because initially empty തന്നെയാണുള്ളൂ. So that means this will always be there. It won't change even after like push ചെയ്തിട്ടും ഇത് ചേഞ്ച് ആവത്തില്ല. It's because it won't trigger the re-render process. Okay, so what I will do, I will remove this part. പിന്നെ ഞാൻ ഇവിടെ ഒരു പുതിയ ഒരു useState ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ പേര് ആയിരിക്കും to do's. പിന്നെ ഇവിടെ set to do's. ഇത് പ്ലൂറൽ ആകും. ഇത് new to do, set to do, ഇത് to do'സും set to do'സും. പിന്നെ അതൊരു useState ആയിരിക്കാം, അതൊരു array ആയിരിക്കാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഇവിടെ എത്തി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ടു ഡൂസിൻ്റെ ഉള്ളിൽ ഈ ന്യൂ ടു ഡൂൻ്റെ വാല്യൂ ടു ഡൂസിൻ്റെ ഉള്ളിൽ എന്താവണം, ഇൻസേർട്ട് ആവണം. സോ സെറ്റ് ടു ഡൂസ് നാത്ത് നമ്മൾ എന്ത് ഇൻസേർട്ട് ചെയ്തു, സെറ്റ് ടു ഡൂസ് ഒരു ഫംഗ്ഷൻ ആണ്, അതിന് നമ്മൾ വാല്യൂ കൊടുക്കണം. സോ ഞാൻ എന്ത് പറയും, ന്യൂ ടു ഡു ഡോട്ട് പുഷ് ആണോ? അല്ല. ദ റീസൺ ഈസ് നോട്ട് because this is it's an unchangeable value. You cannot change the new to do directly. If new to do dot push means I'm trying to change that value, right? So it won't work because if new to do dot push ചെയ്തിട്ട് it's not new to do, it is to do's. So mistakes are entered. I fail all to do's dot push new to do. Okay, so ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഉണ്ട്, ഇപ്പോൾ ഒരു എറർ കാണിക്കും. ഞാനിപ്പോൾ ഒന്നും ചെയ്യുക array. Okay, give me a second. Array is not defined with array. ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു, ഒരു മിനിറ്റ്. ചെയ്തു, സേവ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഓക്കെ, സോ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പ്ലസ് ബട്ടൺ നിൽക്കുക. കണ്ടു, ടു ഡൂസ് ഡോട്ട് പുഷ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ബിക്കോസ് ഇറ്റ്സ് ഇമ്മ്യൂട്ടബിൾ, റൈറ്റ്? യു കാനോട്ട് മ്യൂട്ടേറ്റ് ഇറ്റ്. സോ ഇൻസ്റ്റഡ് നമ്മൾ എന്തോ ചെയ്യും, നമ്മൾ വിൽ ട്രൈ ടു യൂസ് എ സ്പ്രേഡ് ഓപ്പറേറ്റർ. സ്പ്രേഡ് ഓപ്പറേറ്ററിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഓൺലൈൻ JS ഇൻ്റർപ്രിറ്റർ ഇപ്പോൾ ഒരു എക്സാമ്പിൾ. ഓക്കെ, സ്പ്രേഡ് ഓപ്പറേറ്റർ ഒരു മീൻസ് ഒരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഒരു വേ ഓഫ് എന്തോ ഇറ്റ്സ് എ വേ ഓഫ് റൈറ്റിംഗ് ഔട്ട് കോഡ്. സോ ഇത് എക്സാമ്പിൾ പറയുമ്പോൾ ജസ്റ്റ് ഇമാജിൻ യു ഹാവ് ABC equals to, you have an array like this. Okay, A പിന്നെ B പിന്നെ C അങ്ങനെ array ഉണ്ട്. എനിക്കാണെങ്കിൽ I want to add D in this array, right? So എനിക്ക് പുതിയൊരു ഞാൻ array ക്രിയേറ്റ് ചെയ്യുന്നു, const BCD. ഞാൻ പറയുക എനിക്ക് പിന്നെ ഈ ABCയും വേണം, അതിന് കൂടെ എനിക്ക് Dയും കൂടെ വേണം. So how will I do it? I'll write dot ABC. That means get all the array values from ABC and along with that put a D along with, right? ഇവിടെ console.log BCD ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും കണ്ടോ, A B C Dയും കൂടെ വേണം, ഡോട്ട് ഉണ്ടായിട്ട്. If I don't use dot, if I remove it, then what will happen? The first will be an array in itself and second will be D value. I don't want like this. I want the ഇതിൻ്റെ ഈ arrayൻ്റെ ഉള്ളിലുള്ള വാല്യൂ എനിക്ക് വേണം. So I will spread it. Okay, so ആ ലോജിക് നമ്മൾ യൂസ് ചെയ്യും ഇവിടെ. So first thing is what I will do, I'll put this in an array. So I'll do dot to do's and then next thing is I'll do new to do, right? So പിന്നെ അത് കഴിഞ്ഞ ശേഷം അതവിടെ കഴിഞ്ഞു. സോ ഇപ്പോൾ ഞാനിപ്പോൾ ചെക്ക് ഇട്ടു, പിന്നെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ to do's is not iterable. Why? Give me a second. അയ്യോ, എനിക്ക് എററൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനത് പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല ഇത് പറയണ. ഓക്കെ, ഓക്കെ, സോ ടു ഡൂസ് is getting out 1, but actually to do should be an empty this thing, right? Why is making this error? ഒരു മിനിറ്റ്. സെറ്റ് ടു ഡൂസ് ആണല്ലോ, സെറ്റ് ടു ഡു ഓക്കെ. ടു ഡു കുറേ എറർ ഉണ്ടല്ലോ, ഇത് എന്തുവാണോ?
Okay, now it is okay. Now it is working. എനിക്കറിയത്തില്ല എന്താ ഇഷ്യൂ എന്ന്, ഇതെന്തോ ഒരു കുഴപ്പമുണ്ട്. Now I'll do it. ഞാൻ ഇവിടെ ABC ടൈപ്പ് ചെയ്യുക, പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. പിന്നെ ഇപ്പോൾ നമുക്ക് അത് കാണാം. ഇപ്പോൾ എങ്ങനെ കാണാം? അപ്പോൾ ഇനി ഐ വാണ്ട് ടു ഐറ്ററേറ്റ്. സോ ഐ നോ മൈ ടു ഡു ഇസ് എൻ അറേ. സോ ഇപ്പോൾ എനിക്ക് താഴെ ഇപ്പോൾ ഈ ഇൻപുട്ടും ബട്ടൺ കഴിഞ്ഞിട്ട് എനിക്കത് കാണണം. സോ ഐ വിൽ ഡു ടു ഡൂസ് ഡോട്ട് മാപ്പ് ചെയ്യും. പിന്നെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇസ് ഡേറ്റ, റൈറ്റ്? സോ ഫസ്റ്റ് ഡേറ്റ, സെക്കൻഡ് ഇസ് ഇൻഡെക്സ്. So I'll take both, and what I will do, I'll return something here. I'll return a മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ ടു ഡൂസ് ഡോട്ട് മാപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ദിസ് ഇസ് വെരി സിമ്പിൾ. വാട്ട് ഇറ്റ് ഈസ് ലൈക്ക്, പറയാം, സോറി ഫോർ സ്പീഡിങ് അപ്പ്. സോ ടു ഡൂസ് ഡോട്ട് മാപ്പ്, ടു ഡു ഈസ് എ അറേ. ഓക്കെ, സോ ഐ വാണ്ട് ടു മാപ്പ് ത്രൂ ദ അറേ. മാപ്പ് മീൻസ് ഐ വാണ്ട് ടു ലൂപ്പ് ത്രൂ ദ അറേ, റൈറ്റ്? സോ പിന്നെ എനിക്ക് വേണമെങ്കിൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. പക്ഷേ ഫോർ ലൂപ്പിൻ്റെ കാര്യത്തിൽ ബെറ്റർ ആണ് ടു മാപ്പ് ഫംഗ്ഷൻ തന്നെ. സോ ഇറ്റ്സ് എ ഫംഗ്ഷൻ, സോ ഇറ്റ് ഷുഡ് ബി ഓപ്പൺ ഫംഗ്ഷൻ, റൈറ്റ്? ആൻഡ് വാട്ട് ഇതിൻ്റെ inside there is another callback function like this. Okay, ഇതിൻ്റെ ഉള്ളിൽ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ, ഇങ്ങനെ കോൾ ബാക്ക് ഫംഗ്ഷൻ ഉണ്ടാവും. സോ ഇതിൻ്റെ ഫസ്റ്റ് പാരന്തസിസിലാണെങ്കിൽ ഫസ്റ്റ് വാല്യൂ ഡേറ്റ ആയിരിക്കും. ഡേറ്റ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിൻ്റെ ടു ഡേയ്സിൽ ABCD ഉണ്ടെങ്കിൽ ലൂപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റിൽ A കിട്ടും ഡേറ്റ, സെക്കൻഡിൽ B കിട്ടും, തേർഡിൽ D കിട്ടും, അങ്ങനെ കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ സെക്കൻഡ് പാരാമീറ്റർ ഇൻഡെക്സ് ആയിരിക്കും. ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻഡെക്സ് 0, പിന്നെ 1, 2, അതുപോലെ n-1 വരെ പോകും. ഇവിടെ ഞാൻ റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്തിട്ട് അതൊരു HTML ആയിരിക്കും റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഡിബ് ആയിട്ട് ഞാൻ റിട്ടേൺ ചെയ്യും. ഡിബ് ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഞാൻ അതൊരു സ്പാൻ ആയിട്ട് തന്നെ എഴുതാം. പിന്നെ അവിടെ ഇതൊരു ഡേറ്റ, കാരണം ദിസ് ഇസ് എ HTML ഉള്ളിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ വേരിയബിൾ വേണമെങ്കിൽ യു ഹാവ് ടു പുട്ട് ഇൻസൈഡ് ദ പാരന്തസിസ്. ഓക്കെ, കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതൊരു കീയും കൂടെ പാസ് ചെയ്യാൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് അല്ലെങ്കിൽ നമുക്ക് റിയാക്റ്റിന് മനസ്സിലാവത്തില്ല, അതായത് റീഡർ ആയിട്ടുണ്ടെങ്കിൽ അത് സംഭവം ഉണ്ടല്ലോ ആയതിൽ. So okay, so now you can see, now if I put ASAS, you can see there is a new value which appeared here. Now if I refresh here, refresh ചെയ്ത് നോക്കാം. സോ റിഫ്രഷ് ഒന്നുമില്ല താഴെ അല്ലേ. സോ ഞാൻ ഇപ്പോൾ ABCD ഇൻപുട്ട് ചെയ്തു, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ ABCD വന്നു. ഞാൻ പിന്നെ ആയിട്ട് ഇൻപുട്ട് ചെയ്തു, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ABCD വന്നു. ദാറ്റ് മീൻസ് ഇതെല്ലാം ടു ഡു ആണ്. ഞാൻ ആഡ് ചെയ്യുമ്പോൾ അത് താഴെ വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം, ഇതിനെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഡിലീറ്റ് ആവുന്നുണ്ട് ABCD, അതാവുന്നില്ലല്ലോ. അതെങ്ങനെ ഡിലീറ്റ് ആക്കും? സിമ്പിളാണ്. അതെങ്ങനെ ഡിലീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ സെറ്റ് ടു ഡൂസിൽ ഡേറ്റ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സെറ്റ് ടു ഡു ഫംഗ്ഷൻ ഉണ്ടല്ലോ, മീൻസ് ഈ വാല്യൂ കൊടുത്താൽ ന്യൂ ടു, ഇവിടെ ഇൻപുട്ടിൽ നമ്മൾ വാല്യൂ കൊടുത്ത ന്യൂ ടു ഡു ഉണ്ടല്ലോ, അത് നമ്മൾ എം ടി സ്ട്രിങ് ആയിട്ട് വെച്ചാൽ മതി. പിന്നെ സെറ്റ് ഇപ്പോൾ ഞാൻ കണ്ടു, ഇപ്പോൾ ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് എം ടി സ്ട്രിങ് ആയി ഇപ്പോൾ ഒന്നുമില്ല. മനസ്സിലായോ? അത്രേ ഉള്ളൂ. പിന്നെ അത് നമ്മുടെ ഇതാണ് നമ്മുടെ ടു ഡുവിൻ്റെ അഡീഷൻ. ഇപ്പോൾ സബ്ട്രാക്ഷൻ റിമൂവൽ എങ്ങനെ ചെയ്യും? റിമൂവൽ ചെയ്യാനായിട്ട് ഒന്ന് ചെയ്യേണ്ട, ഇവിടെ ഞാൻ പുതിയൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമില്ല, കോപ്പി ചെയ്യാം. ഇത് കോപ്പി ചെയ്തു, താഴെ ഇട്ട് ഇവിടെ കൊണ്ടുവന്നു. പിന്നെ ഇത് മൈനസ് ആക്കിയിട്ട് ഞാനിവിടെ ഓൺ ക്ലിക്ക് ഇത് മൈനസ് ബട്ടൺ ആക്കും കേട്ടോ. ഓക്കെ, സോ ഇതൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ ഞാൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം ഇവിടെ വന്നിട്ട്. സോ താഴെ ഒരു ഓൺ ക്ലിക്ക് കോൺസ്റ്റ് ഓൺ ക്ലിക്ക് ഫംഗ്ഷൻ ബട്ടൺ, അതിൽ ഇൻഡെക്സ് വാല്യൂ പാസ് ചെയ്യണം. കാരണം എന്നൊക്കെ പറയാം, സംഭവം പറയാം. ഓക്കെ, സോ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. പിന്നെ ഇവിടെ ഞാൻ ഇൻഡെക്സ് പാസ് ചെയ്യണം. ഓക്കെ, സോ എങ്ങനെ പാസ് ചെയ്യും? ഇതൊരു കോൾ ബാക്ക് ആയിട്ട് എഴുതണം. ഓക്കെ, പിന്നെ റീസ്റ്റാർട്ട്. ഓക്കെ, സോ ഓൺ ക്ലിക്കിലാണെങ്കിൽ ഇഫ് ഐ പുട്ട് ഓൺ ക്ലിക്ക് മൈനസ് ബട്ടൺ ആൻഡ് പിന്നെ ചുമ്മാ ഇവിടെ ഞാൻ ബ്രാക്കറ്റ് കൊടുത്ത് ഇൻഡെക്സ് പാസ് ചെയ്താലേ ഇത് ഈ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഈ സംഭവം ഇപ്പോൾ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ലോഡ് ആകുമ്പോൾ തന്നെ ഈ ഫംഗ്ഷൻ വിളിക്കും. ഓക്കെ, അതൊക്കെ വേണ്ട. ഇപ്പോൾ ഞാൻ റിമൂവ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ വിളിക്കും. ആ ഓൺ ക്ലിക്ക് മൈനസ് ബട്ടൺ ഇല്ല, അത് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പുതിയ ക്രിയേറ്റ് ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ആഡ് ചെയ്യുമ്പോൾ അത് മൈനസ് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള സംഭവം വിളിക്കുന്നുണ്ട്. അത് എങ്ങനെ കാണിച്ചു തരാം, നമുക്കിപ്പോൾ കാണാൻ പറ്റും വിളിക്കുന്നുണ്ടോ ഇല്ല. ഇപ്പോൾ ഞാൻ console.log ഇൻഡെക്സ് ഇട്ടാലേ നമുക്കത് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു ABC ക്രിയേറ്റ് ചെയ്തു, പ്ലസ് ബട്ടൺ നിൽക്കുമ്പോൾ അപ്പോൾ തന്നെ മൈനസും വിളിച്ചു. കണ്ടോ ഇവിടെ ആ ഇഷ്യൂ ആണ്. അതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ശരിക്കും ഡിലീറ്റിൻ്റെ ഒരു കോഡ് എഴുതിയെങ്കിൽ ആഡ് ആകുമ്പോൾ തന്നെ അത് ഡിലീറ്റും ആയി പോകും. സോ ഇന്ന് നമുക്ക് ഒരു ഇതില്ലല്ലോ, വാല്യൂ ഇല്ലല്ലോ ചെയ്തിട്ട്. ഓക്കെ, സോ അതിന് സൊല്യൂഷൻ എന്താണ്?
അതൊരു കോൾ ബാക്ക് ആക്കി മാറ്റുക, അത്രയേ ഉള്ളൂ. ഈ വാല്യൂ ഫ്രണ്ടിൽ കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ട് സാധനം ഇത് ഫ്രണ്ടിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊരു കോൾ ബാക്ക് ആയി. ദാറ്റ് മീൻസ് ക്ലിക്ക് ചെയ്ത ശേഷം മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ചുമ്മാ ഫംഗ്ഷൻ കോൾ ചെയ്യണ്ട. ഓക്കെ, ഇപ്പോൾ ഞാൻ റിസ്റ്റാർട്ട് ചെയ്തു. റിസ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ABC ചെയ്തിട്ട് ഇൻപുട്ട് അടിക്കുമ്പോൾ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ വിളിച്ചില്ല, ഒന്നും കൺസോൾ ലോക്ക് ചെയ്തിട്ടില്ലല്ലോ, ഇപ്പോൾ സെറ്റ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് എന്താ അത് മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വി ഹാവ് ടു ഡിലീറ്റ് ഇറ്റ് ഓൾസോ, റൈറ്റ്? മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും, അത് അവിടെ ഡിലീറ്റും ആവണം. ഓക്കെ, സോ അതിന് ഡിലീഷൻ എങ്ങനെ നടത്തും? സോ നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഒരു അറയാണ്. സോ ഇങ്ങനെ പറയാം, നമ്മുടെ കയ്യിൽ ഒരു അറയാണ്, ഇങ്ങനെ ഒരു അറ ASAS ഉള്ള അറയാണ്. ഓക്കെ, ഞാനാണെങ്കിൽ മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ASAS എൻ്റെ ഇൻഡെക്സും ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വാട്ട് ഐ ക്യാൻ ഡു ഈസ് ഐ ക്യാൻ യൂസ് ദാറ്റ് ഇൻഡെക്സ് and I can remove the value from this array that is having the index of what I am passing, right? ഇപ്പോൾ ഇതിൻ്റെ ഇൻഡെക്സ് 0 ആ, പിന്നെ ഞാനിപ്പോൾ വേറെ ഒരു BCDE കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻഡെക്സ് 1 ആണ്. സോ ഇപ്പോൾ ഞാൻ ഇൻഡെക്സ് 0 കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഈ ASAS ഡിലീറ്റ് ആയി പോകണം. ഇൻഡെക്സ് 1 കൊടുക്കുകയാണെങ്കിൽ BCDS ഡിലീറ്റ് ആയി പോകണം. സോ വാട്ട് ഐ വിൽ ഡു ഈസ് ഐ വിൽ ഗോ ഹിയർ, പിന്നെ ഞാൻ ഫിൽട്ടർ ചെയ്യും. ഓക്കെ, സോ നമ്മൾ മാപ്പിൻ്റെ ഈ മാപ്പും ഫിൽറ്ററും സോമും ഫൈൻഡും ഇതെല്ലാം ഹയർ ഓർഡർ ഫങ്ഷൻസ് ആണ്. ഓക്കെ, സോ ഐ ക്യാൻ യൂസ് ദ ഹയർ ഓർഡർ ഫങ്ഷൻ ഇൻ ദ സെയിം വേ. സോ വാട്ട് ഐ വിൽ ഡു ഈസ് ഐ വിൽ ഡു const new, I'll create a new state and tell todos dot filter, right? First value data, second value index. IDX ഇടാം, കാരണം ഇൻഡെക്സ് ഇട്ടാലേ ഈ ഇൻഡെക്സും ഇൻഡെക്സ് പിന്നെ ക്ലാഷ് ആകും. ഇപ്പം ഇൻഡെക്സ് where IDX is it equals to or not equals to, it should be, I have to filter out the value that has the IDX same as the pass index, right? അങ്ങനെയല്ലേ, അങ്ങനെ ആണല്ലോ. ഇപ്പം ഞാൻ console dot log new state ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം. ഇപ്പോൾ ഞാൻ ചെയ്തു, സേവ് ചെയ്തു. ഓക്കെ, സോ I have a ASAS tool, I have BCS tool. Now if I put a minus here, you can see, oh, it should be not equals to, because I have to filter out the value. എനിക്ക് ഫിൽട്ടർ ഫംഗ്ഷൻ്റെ അതിൻ്റെ യൂസ് ഇതിൻ്റെ സിൻടാക്സ് എങ്ങനെയെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ പാസ് ചെയ്യാം, ഇതൊരു കണ്ടീഷനാണ് കേട്ടോ, ഇതൊരു കണ്ടീഷനാണ്. സോ ഇത് കണ്ടീഷൻ ഇങ്ങനെ, ഇത് കണ്ടീഷൻ ട്രൂവും ഫോൾസ് ആയിരിക്കണമല്ലോ. ഓക്കെ, സോ ഇപ്പോൾ ഫസ്റ്റിലാണെങ്കിൽ എൻ്റെ ABC വന്നു, ASAS വന്നു, അതിൻ്റെ ഇൻഡെക്സ് എന്തുവാ, അതിൻ്റെ ഇൻഡെക്സ് 0 ആണ്. സോ ഇവിടെ വന്നു ASAS വന്നു, അതിൻ്റെ ഇൻഡെക്സ് 0 ആണ്. സോ ഞാൻ ഇപ്പോൾ 0 നോട്ട് ഈക്വൽസ് ടു 0, ഈ ഇൻഡെക്സും 0 ആണ്, ഇതിൻ്റെ ഇൻഡെക്സും 0 ആണ്. സോ 0 നോട്ട് ഈക്വൽസ് ടു 0 ആണെങ്കിൽ വാല്യൂ എന്തുവാ, ഫോൾസ് അല്ലേ, കാരണം 0 ഈക്വൽസ് ടു 0 ആണ്, നോട്ട് ഈക്വൽസ് അല്ല. സോ ഫോൾസ്, ദാറ്റ് മീൻസ് ആ വാല്യൂ ഫിൽട്ടർ ഔട്ട് ആയി പോകും. പിന്നെ ഇപ്പോൾ രണ്ടാമത് BCBCF അതിന് വാല്യൂ 1 ആണ്. സോ 1 നോട്ട് ഈക്വൽസ് ടു 0 ട്രൂ ആ, ദാറ്റ് മീൻസ് ആ BCBCF അവിടെ പോകും. ഇപ്പോൾ നമുക്ക് നോക്കാം. സോ ഞാനിപ്പോൾ BC മൈനസ് ഇട്ടുമ്പോൾ എന്ത് കിട്ടി, BCBCFസിന് പോയി, പിന്നെ ASAS മാത്രമേ നമ്മുടെ അറിയാം, അത് കറക്റ്റാണ്. സോ നൗ വാട്ട് ഐ ക്യാൻ ഡു ഈസ് എൻ്റെ സെറ്റ് ടു ഡൂസിലെ I can pass this new state, right? Now I can reload the application. ഇപ്പോൾ ABCD പ്ലസ് ആക്കി കൊടുത്തു വന്നു, CDEF പ്ലസ് ആക്കി കൊടുത്തു വന്നു. If I delete this, only it should go, it is going. If I delete this, only it should go, it is going. Done? Okay. So now you have the fourth one, understand the usehref hook. So that thing I have already given you a basic intro, and there's a better folder structure that also I will talk about in later phases. So we'll stop the tutorial now. It was a very good journey. I learned a new concept. I forgot many things, and I had the guts to through confidence ഉണ്ടായിരുന്നു, ഒന്നും അറിയാത്ത ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇത് ചെയ്യാനായിട്ട്. ദാറ്റ് മീൻസ് ഒന്നും അറിയാൻ ആവശ്യമില്ല. ഓക്കെ, എനിബഡി ക്യാൻ സ്റ്റാർട്ട് പ്രോഗ്രാമിംഗ്. ഓക്കെ, സോ എനിവേ ലൈക്ക് ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ദെൻ ബാക്കി ഫോർത്തിന് ഞാൻ വീഡിയോ പിന്നെ ഞാൻ I'll make some time, I'll try to create a video out of it. And if you have any suggestions, please give me some suggestions. My Malayalam is very bad, I know it, and then but still I'm trying to improve for you guys. And thanks a lot guys. Thank you.